ജ്ഞാന ശുശ്രൂഷ നിർവഹിച്ച പ്രിയ കൃതദാസൻ റെനി തോമസ്, ഈ ഡിസ്ട്രിക്റ്റിന് ചുമതല കൊടുക്കുന്ന ദൈവദാസൻ പാസ്റ്റർ വി ഒ വർഗീസ് തുടങ്ങിയുള്ള അഭിഷിക്തരായ എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ദൈവനാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. इस मीटिंग के अध्यक्ष होने वाले पास्टर सजी कुलियाकोस, इस आज की आराधना में अगुवाई करने वाले प्रभु के दास पास्टर रेनी थॉमस और इस डिस्ट्रिक्ट के डिस्ट्रिक्ट पास्टर होकर सेवा करने वाले परमेश्वर के दास पास्टर वी ओ वर्गीस और सारे प्रभु के दासों को, प्रभु के लोगों को प्रभु यीशु मसीह के नाम से मेरा अभिवादन. നമുക്ക് ഒരുമിച്ച് ദിവസങ്ങളിൽ കർത്താവിനെ സ്തുതിപ്പാൻ ഇപ്രകാരം ദൈവ അവസരം ഒരുക്കിയല്ലോ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. और इन दिनों में परमेश्वर ने हमें सहायता किया कि हम परमेश्वर की उपस्थिति में आकर इस प्रकार से आराधना करें, प्रभु सभी को आशीष देने पाए. അടുത്ത ചില സമയങ്ങൾ നാം തിരുവചനത്തിനായി നമ്മുടെ വിലപ്പെട്ട ചിന്തകളെ അല്ലെങ്കിൽ വേദപുസ്തകത്തിലേക്ക് തിരിക്കുകയാണ്. और आगे के कुछ समयों के लिए हम प्रभु के अन्य वचनों की ओर अपनी ध्यान को बढ़ाएंगे. കഴിഞ്ഞ രാത്രി നാം വായിച്ച വേദഭാഗം ഒരു പ്രാവശ്യം കൂടെ നാം വായിച്ച് കേൾക്കുന്നു. कल रात को जो हमने गद्यांश को पढ़ा, आज रात को फिर से हम उसी गद्यांश को पढ़ेंगे. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളാണ്. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. कोलोसियों का पत्री उसका 2रा अध्याय उसका 6वां और 7वां आयत. अतः जैसे तुमने मसीह यीशु को प्रभु करके ग्रहण कर लिया है, वैसे ही उसी में चलते रहो और उसी में जड़ पकड़ते और बढ़ते जाओ, और जैसे तुम सिखाए गए वैसे ही विश्वास में दृढ़ होते जाओ और अधिक अधिक धन्यवाद करते रहो. നാം പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇന്നലെ രാത്രി ചിന്തിപ്പാൻ കർത്താവ് സഹായിച്ചു. कल रात को हमने 2 मुख्य बातों के विषय में मनन किया था. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ 1-ാം ഭാഗമായി നാം കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ സ്വീകരിക്കുന്ന, യേശുവിനെ അംഗീകരിക്കുന്ന ഒരു ആത്മീയ അനുഭവമുണ്ട്. और हमारे विश्वास के जीवन का पहला सिद्धांत, पहली आज्ञा यह है कि हम यीशु मसीह को अपने प्रभु के रूप में ग्रहण करें. यही हमारी पहली सिद्धांत है. ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് ഒരുമിച്ചൊരു യാത്രയാണ് ക്രിസ്ത്യ ജീവിതം. और यीशु मसीह को स्वीकारने के बाद यीशु मसीह के साथ चलना, ये है मसीही यात्रा. നാം ഈ മണ്ണിൽ കുറച്ചു നാളേക്ക് പാർക്കുവാൻ ദൈവം നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. परमेश्वर ने अनुमति दिया है कि हम इस जमीन पर, इस धरती पर कुछ साल के लिए यहाँ पर व्यतीत करें. നമ്മുടെ ആയുസ് എന്നാണ് തീരും നമുക്ക് അറിയാത്തത് കൊണ്ട് ജീവിക്കുന്ന ഓരോ ദിവസവും യേശുവിന്റെ കൂടെ നടക്കുക, അതിന് നാം പറയുന്ന പേരാണ് വോക്ക് ഇൻ ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ ഐക്യതയിൽ നടക്കുക. क्योंकि हम नहीं जानते हैं कि हमारी आयु कब खत्म होगी, इसलिए जब तक प्रभु ने हमें जिंदा रखा है, प्रभु यीशु के साथ हम संगति कर कर चले. इसी का मतलब है कि प्रभु यीशु के साथ में चलना, संगति रखना. യേശുവിന്റെ കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ചിന്തകൾ ഇന്നലെ രാത്രി നാം പറഞ്ഞിരുന്നല്ലോ. और कल रात को हमने इस बात पर मनन किया था कि यीशु मसीह के साथ चलने का मतलब क्या है. എന്നാൽ ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത് ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നമ്മുടെ നടപ്പ് എങ്ങനെ നമുക്ക് പ്രയോജനപ്രദമാക്കി ഉറപ്പുള്ളതാക്കി മാറ്റാൻ കഴിയും. और आज हम मनन करेंगे कि यीशु मसीह के साथ चलने के दौरान हम कैसे अपने चाल चलन को प्रभु में दृढ़ कर सकते हैं. ഒരാൾ 2 പേർ ഒരുമിച്ച് നടക്കാൻ തീരുമാനിച്ചാൽ അത്ര എളുപ്പമല്ല ഒരുമിച്ച് നടക്കുവാൻ. अगर 2 लोग इस बात का फैसला करते हैं कि हमें एक साथ चलना है, तो ये कोई आसान बात नहीं है. നാം ഇങ്ങനെ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം, ഒരു ചോദ്യമായിട്ടാണ് ചോദിക്കുന്നത്, ക്യാൻ 2 people walk together without agreeing each other? और आमोस की किताब में ये सवाल किया गया है कि क्या 2 लोग, संसार में 2 लोग क्या चल सकते हैं जब तक उनके बीच में एक समझौता नहीं है. 2 പേർ തമ്മിൽ ഒപ്പിട്ട് ഒരുമിച്ച് നടക്കണമെങ്കിൽ അവർ തമ്മിൽ എഗ്രി ചെയ്യണം. अगर 2 लोग इस संसार में एक साथ चलना है, तो उनके बीच में एक प्रकार की समझौता होना है, वाचा होना है. ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടക്കുക എന്നതിന്റെ അർത്ഥമാണ് ഇന്നലെ രാത്രി നാം ചിന്തിച്ചത്. यीशु मसीह के साथ में संगति करने का मतलब क्या है, कल हमने रात को मनन किया. ഇന്ന് നാം ചിന്തിക്കുന്നത് ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ എങ്ങനെ നടക്കാൻ പറ്റും എന്നതിന്റെ ചിന്തകളാണ്. आज हम इस बात को मनन करेंगे कि यीशु मसीह के संगति में हम कैसे चल पाएंगे. അതെ, നാം അടുത്ത വാക്യം ഇങ്ങനെയാണ് വായിച്ചത്. 7-ാം വാക്യത്തില് അവനിൽ വേരൂന്നി, 1-ാം ഭാഗം, we need to rooted in him, ക്രിസ്തുവിൽ വേരൂന്നുക. 7वें आयत में पहली भाग में इस प्रकार से लिखा है, और उसी में जड़
पकड़ते, मतलब यीशु मसीह में हमारा जड़ पकड़ना जरूरी है। നാം ഒരു വൃക്ഷം, നിങ്ങൾ എല്ലാവരും ഒരു മരം, ഒരു വൃക്ഷം കാണാറുണ്ട്. हम सब एक पेड़ को देखते हैं അതിന് രണ്ട് തരത്തിലുള്ള വളർച്ചയാണുള്ളത്. और उसके दो तरह का बढ़ोतरी हम देखते हैं। നാം എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഒരു വശം മാത്രമേ നാം ശ്രദ്ധിക്കാറുള്ളൂ. कई बार हम उसका एक तरफ ही हम देखते हैं। നല്ല അതിന്റെ സ്റ്റെം നല്ല വണ്ണമുള്ള തടിയാണ്, നല്ല കൊമ്പുകളുണ്ട്, നല്ല ഇലകളുണ്ട്, നല്ല ഫലങ്ങളുണ്ട്. उसके कई बार हम डालियों को देखते हैं, पत्तों को देखते हैं, फलों को देखते हैं, ये हमारी आंखों के सामने दिखाई देती है। അതാണ് പുറമേയുള്ള വളർച്ച, 4 പേര് കാണുന്ന വളർച്ച എന്ന് പറയുന്നത്. और ये है बाहरी जो प्रगति दिखाई देती है, और ये संसार के लोग इसी बात को देखते हैं। എന്നാൽ ആ വൃക്ഷത്തെ അത്ര ബലവത്തായതും അത്ര ഫലവത്തായതുമാക്കി തീർക്കുന്ന മറ്റൊരു വളർച്ചയുണ്ട്. परंतु उस वृक्ष को, उस पेड़ को बलवंत करने वाली और एक बात है जो कई बार दिखाई नहीं देती है। അതാണ് മണ്ണിന് താഴോട്ട്, നമ്മുടെ കണ്ണിന് കാണുവാൻ കഴിയാത്ത മണ്ണിന് താഴേക്കുള്ള വളർച്ച. और वो क्या है? वो हम जो देखते नहीं है, वो जमीन के नीचे जो उसकी बढ़ोतरी है, उसकी ग्रोथ है, वो बात है। വൃക്ഷം വലുതാകും തോറും, വലിയ വണ്ണം കൂടും തോറും, കരുത്ത് കൂടും തോറും അതിന് സമാനമായി അതിന് താഴേക്കൊരു വളർച്ചയുണ്ട്. അതാണ് വേരിന്റെ വളർച്ച. और जैसे पेड़ जो है विशाल होता है, बढ़ते जाता है, उसी तरह जमीन के नीचे भी उसकी बढ़ती होती है, वो बड़ा होता है और उसका जड़ जो है जमीन में पकड़ जाता है। ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയും ഇങ്ങനെ തന്നെയാണ്. 2 തരത്തിലുള്ള വളർച്ചയാണുള്ളത്. और मसीह जीवन की बढ़ोतरी भी कुछ इसी प्रकार से है, 2 तरह का पहलू है। ഞാൻ യേശുവിന്റെ കൂടെ നടക്കുക എന്ന് പറയുമ്പോൾ എന്റെ ശുശ്രൂഷ, എന്റെ കുടുംബം, എന്റെ ജീവിതം, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ പുറമെയുള്ള അനുഗ്രഹങ്ങളൊക്കെയാണ് ലോകം കാണുന്നത്. जब मैं यीशु मसीह के साथ में चलता हूँ, मेरा परिवार, मेरे बच्चे, मेरे आर्थिक आशीषें, मेरे पास जो गाड़ी घर है, ये सारी बातों को दुनिया वाले देखते हैं। എന്നാൽ ആ വളർച്ച സാധ്യമാകണമെങ്കിൽ മറ്റൊരു വളർച്ചയുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്, വി നീഡ് ടു റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്, അവനിൽ വേരൂന്നണം. परंतु ये सारी बातें, ये सारी आशीषों को अगर पाना है, तो दूसरी बात बहुत जरूरी है, वो यह है कि हमें यीशु मसीह में जड़ पकड़ना है। അങ്ങനെ ക്രിസ്തുവിൽ വേരൂന്നിയവർക്ക് മാത്രമേ ക്രിസ്തുവിൽ വളരുവാൻ കഴിയുകയുള്ളൂ. ऐसे जो लोग यीशु मसीह में जड़ पकड़े हैं, वही यीशु मसीह में बढ़ोतरी पा सकते हैं। അതാണ് അടുത്ത 3-4 ചിന്തകൾ നാം ഒരുമിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ധ്യാനിക്കുന്നത്. आगे के 3-4 ऐसी कुछ बातों पर हम आगे मनन करेंगे। ക്രിസ്തുവിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ, ഒന്ന്, ക്രിസ്തുവിന്റെ വചനത്തിൽ വസിക്കുക, വചനത്തിൽ വേരൂന്നുക. और यीशु मसीह में जड़ पकड़ने का मतलब क्या है? यीशु मसीह के वचनों में जड़ पकड़ना जरूरी है। നമുക്ക് സുപരിചിതമായ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ ആ യേശുവിന്റെ ഗിരിപ്രഭാഷണം അവസാനിക്കുന്നത് ഇങ്ങനെ ഒരു സന്ദേശത്തോടു കൂടെയാണ്. हम जानते हैं यीशु मसीह के पहाड़ी उपदेशों में से 5, 6वां और 7वां अध्यायों में, उसके आखिरी कुछ भागों में यीशु मसीह ने अपने उपदेश को ऐसे समाप्त किया। വിശേഷാൽ മത്തായി 7ന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. और मत्ती का सुसमाचार 7वां अध्याय, उसके 24 से लेकर 27 आयत तक യേശു ഉപദേശങ്ങള്, സ്വർഗീയ രാജ്യത്തിന്റെ നിയമങ്ങള്, ഗോൾഡൻ റൂൾസ് എല്ലാം പറഞ്ഞിട്ട്, ഇതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തനമായി തീരണമെങ്കിൽ നിങ്ങൾ ഇതിനെ സ്വീകരിക്കേണ്ട വിധം ഇപ്രകാരമാണ്. और यीशु मसीह ने परमेश्वर के राज्य के विषय में और वहां पर प्रवेश करने के विषय में जो भी व्यवस्था है, सारी बातों को बताकर यीशु मसीह ने कहा कि कैसे आप प्रवेश करेंगे, कैसे आपको अपनी जीवन को जीना है। എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്ന മനുഷ്യനൊക്കെയും, इसलिए जो कोई मेरी ये बातें सुनकर उन्हें मानता है, ഏത് വചനങ്ങളാണെന്ന് 5-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വരെയുള്ള എന്റെ ഈ പറഞ്ഞ വചനങ്ങളെ ഒക്കെയും കേട്ടിട്ട് അനുസരിക്കുന്നവൻ ആരാണോ? और ये जो मेरी बातें, इसका मतलब क्या है? 5वें अध्याय की पहले आयत से लेकर 7वें अध्याय की 23 आयत तक जो भी प्रभु यीशु मसीह ने कहा है, इन जो बातों को जो सुनकर उसको मानते हैं, വചനം കേട്ട് അനുസരിക്കുന്നവനും വചനം കേട്ട് മാത്രം ചെയ്തിട്ട് അത് അനുസരിക്കാതിരിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം യേശു ഇവിടെ അവതരിപ്പിക്കുന്നു.
यीशु मसीह इस बात को यहाँ पर प्रस्तुत करते हैं कि वो लोग जो वचन को सुनते हैं परंतु मानते नहीं हैं, और वो लोग जो वचन को सुनकर उसके अनुसार चलते हैं, उनके बीच में का जो अलगाई क्या है। ഒന്നാമത്തെ മനുഷ്യൻ വചനം കേട്ടിട്ട് അല്ലെങ്കിൽ അനുസരിക്കുന്നവൻ എങ്ങനാണ്? അവൻ പാറമേൽ വീട് പണിത, അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് തുല്യൻ. और पहला मनुष्य जिसने प्रभु की बातों को सुनकर उसको माना है, वो उस मनुष्य के समान है जिसने चट्टान पर अपना घर को बनाया। അത് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അല്പം കൂടെ വിശദീകരണമുണ്ട്. और लूका का सुसमाचार 8वें अध्याय में लूका ने और भी थोड़ा विश्लेषण वहां पर किया है। എന്റെ ഈ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നതിനൊക്കെയും ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് തുല്യൻ. और लूका कहता है कि मेरी ये बातों को मानने वाला वो मनुष्य है जिसने बड़ी गहराई में खोदकर वहां पर चट्टान में अपने घर को बनाया। ഇവിടെ രണ്ട് പണികളാണ് നാം കാണുന്നത്. यहाँ पर दो बांध काम को हम देखते हैं। രണ്ടുപേരും വീട് പണിയുന്നവരാണ്. രണ്ടുപേരും ഒരേ സ്ഥലത്ത്, ഞാൻ പറയുന്നു അയൽവക്കക്കാരാണ്, ഒരേ സഭയിൽ വസിക്കുന്നവരാണ്, ഒരേ ദേശക്കാരാണ്. और ये दोनों लोग जो है आसपास में रहने वाले पड़ोसी हैं, एक ही कलीसिया में जाते हैं, एक ही देश में रहने वाले ये लोग होंगे। രണ്ടുപേരുടെയും ആഗ്രഹം, ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ഒരു വീട് പണിയണം, ഒരു കെട്ടിടം പണിയണം. और दोनों मनुष्य का ये एक ही लक्ष्य है कि वो अपने लिए घर को बांधे। രണ്ടുപേരുടെയും മനസ്സിലുള്ള പിക്ചർ ഒന്ന് തന്നെയാണ്, വീട് ഇങ്ങനെയായിരിക്കണം. और दोनों के मन में यही बात का एक चित्र है कि हमारा घर कुछ इस प्रकार से होना है। പുറമേ നിന്ന് നോക്കിയാൽ ആര് കണ്ടാലും ഒരുപോലെ ഇരിക്കുന്ന വീടായിരിക്കും രണ്ട് വീടും. और जब बाहर से कोई भी देखता है तो पता चलेगा कि दोनों घर एक समान दिखते हैं। എന്നാൽ വീടിന്റെ ഡ്യൂറേഷനെ കുറിച്ച്, നിലനിൽപ്പിനെ കുറിച്ച് ചിന്തയുള്ളവർക്ക് മാത്രമേ യഥാർത്ഥമായി അല്ലെങ്കിൽ ആ പണി പൂർത്തീകരിക്കാൻ കഴിയും. परंतु वो घर कितने लंबे समय तक टिका रहेगा, वही व्यक्ति जो है उस घर के काम को अच्छे से जानता है। ഒന്നാമത്തെ വ്യക്തി എന്ത് ചെയ്തു? അവൻ അല്പം കഠിനാധ്വാനം ചെയ്ത് ഈ വീടിന്റെ സ്വപ്നം പൂർത്തീകരിക്കുവാൻ മണ്ണിൽ കുഴിക്കുവാൻ തുടങ്ങി. और पहला मनुष्य ने क्या किया? उसके उस स्वप्न को, उस घर को बनाने के लिए वो जमीन में खोदने लगा। രണ്ടുപേരും they both were digging the ground to make a foundation for the house. വീടിന് അടിസ്ഥാനത്തിന് വേണ്ടി രണ്ടു കൂട്ടരും മണ്ണിൽ കുഴിയെടുക്കുകയാണ്. और दोनों हम देखते हैं मनुष्य दोनों जमीन में खोदते हैं ताकि अपनी घर के लिए एक अच्छा सा नींव को बनाए। ഒന്നാമന് കുഴിച്ചിട്ടും മതി വരുന്നില്ല, because he is searching for something solid to find out in his Christian life. और पहला वाला जो है खोदता है, बड़ी गहराई में खोदता है, परंतु वो कुछ पाता नहीं है क्योंकि वो कुछ सॉलिड या कुछ मजबूत चाहता है अपने मसीही जीवन के लिए। രണ്ടാമത്തവൻ കുഴിച്ചോടനെ അവന് തൃപ്തിയായി. ഇതിന്റെ പേരാണ് ഷാലോ ക്രിസ്ത്യൻ ലൈഫ്, ആഴമില്ലാത്ത ക്രിസ്ത്യ ജീവിതം. दूसरा मनुष्य वो मनुष्य है जिसने थोड़ा खोदते ही उसने अपने काम को वहां पर बंद कर दिया, क्योंकि वो एक ऐसा मनुष्य है जो अपने मसीही जीवन की कुछ बातों को लेकर ही तृप्त है। നമുക്ക് ഈ സംഭവം അറിയാം. ഞാൻ അതിന്റെ പരിണിത ഫലമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. मैं एक घटना को आपको बताना चाहूंगा जो आप समझ में आए। ആദ്യത്തെ മനുഷ്യൻ, ഇത് വചനവുമായി ബന്ധപ്പെട്ടാണ് യേശു പറഞ്ഞത്, ആദ്യത്തെ മനുഷ്യന്റെ ലക്ഷ്യം അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു ആത്മീയ ജീവിതം എനിക്ക് കെട്ടിപ്പടുക്കണമെങ്കിൽ ഞാൻ ആഴത്തിൽ ഇറങ്ങിയേ മതിയാകും. और पहला मनुष्य का लक्ष्य यह है कि मुझे एक ऐसा आत्मिक जीवन की जरूरत है जो निरंतर या हमेशा के लिए टिका रहेगा, इसलिए मुझे गहराई में खोदना जरूरी है। ദൈവമക്കളെ, ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ശാലോ അല്ല, ആഴത്തിലുള്ള ആത്മീയമല്ല. അത് അല്ലല്ല, ഒരു ആഴം കുറഞ്ഞ ആത്മീയമല്ല, വളരെ ആഴത്തിൽ വേരിറങ്ങിയ ഒരു ആത്മീയമാണ് ക്രിസ്ത്യ ജീവിതം. मेरे प्रियो, मसीही जीवन जो है हम ऐसे ही हल्के में नहीं ले सकते हैं या बड़ी गहराई में नहीं, बहुत ही छोटी छोटी बातों को लेकर हम आगे नहीं बढ़ सकते हैं, बड़ी गहराई में उतर कर जाना जरूरी है। നിങ്ങൾ വചനം തുറക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ വചനത്തിന്റെ ആഴത്തിൽ ഇറങ്ങി ഒരു പാറ കണ്ടെത്തണം. आपको क्या करना है? जब आप वचन को पढ़ते हैं आपको बड़ी गहराई में जाकर एक चट्टान को ढूंढ निकालना है। എന്താണ് ഈ വചനത്തിൽ ഒരു പാറ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ? वचन में से चट्टान को ढूंढ निकालने का मतलब क्या है? ക്രിസ്തുവാകുന്ന പാറയിൽ ചെന്ന് നിൽക്കുന്നത് വരെ നിങ്ങൾ വചനത്തിൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കണം.
जब तक आप यीशु मसीह जो चट्टान है उसको आप पाते नहीं हैं, तब तक आपको वचन की गहराई में अधिक जाना जरूरी है। വിശുദ്ധ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളെ അനുഗമിച്ച പാറ ക്രിസ്തുവായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി പിളർന്ന പാറ ക്രിസ്തുവായിരുന്നു. आपके पीछे जो चट्टान था वो यीशु मसीह था, आपके लिए जो तोड़ा गया वो चट्टान यीशु मसीह था. നമ്മുടെ രക്ഷയുടെ പാറയാകുന്ന ദൈവം, हमारा जो उद्धार का चट्टान होने वाला यीशु मसीह. You need to find the God of the word of God. ദൈവവചനത്തിലെ ദൈവത്തെ കണ്ടെത്തുന്നത് വരെ കുഴിച്ചുകൊണ്ടേയിരിക്കണം. परमेश्वर के वचन के परमेश्वर को जब तक हम नहीं पाते हैं तब तक हमें खोदना जरूरी है. ആ പണി മാത്രമേ നിലനിൽക്കത്തുള്ളൂ. വചനത്തിൽ വേരൂന്നവർക്ക് മാത്രമേ ക്രിസ്ത്യ ജീവിതം സുഗമമായി സന്തോഷത്തോടെ സമാധാനത്തോടെ കൊണ്ടുപോകുവാൻ കഴിയത്തുള്ളൂ. ऐसे लोग ही जिन्होंने बड़ी गहराई में खोदकर यीशु को पाया है, वो अपनी मसीह जीवन की आनंद उठा सकते हैं, आगे बढ़ सकते हैं. ഇല്ലെങ്കിലും ക്രിസ്ത്യ ജീവിതം കെട്ടിപ്പൊക്കാം, പാട്ടും പ്രാർത്ഥനയും സ്തോത്രവും ഹല്ലേലൂയയും സമാധാനവും ഒക്കെ കിട്ടും. പക്ഷെ പ്രതിസന്ധികളുടെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. नहीं तो अगर आपके जीवन में जब प्रतिकूल अवस्था आती है, दुख आती है, परेशानी आती है, आप उसका सामना नहीं कर पाएंगे. ആഴത്തിലിറങ്ങുവാൻ നിങ്ങൾ എടുത്ത സമയമാണ് ഉയരത്തിൽ പാർക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന കരുത്ത്. और जब आप वो समय को निकालते हैं कि आप गहराई में जाकर प्रभु को पाए, तब आप ऊंचाई में अनेक जगह पर आप पहुंच सकते हैं. ആത്മീയ ജീവിതം സന്തോഷമായി സമാധാനമായി പ്രത്യാശയോടെ കൊണ്ടുപോകുവാൻ കുറുക്കു വഴികളില്ല. We need to pay the price. We need to spend the time with God. और आत्मिक जीवन के आनंद के लिए कोई टेढ़ा रास्ता नहीं है प्रियो. आपको परमेश्वर के साथ समय को व्यतीत करना जरूरी है, आपको बलिदान करना जरूरी है. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ ഈ മത്തായി 7-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞത്, ഹല്ലേലൂയ, സ്വർഗരാജ്യത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഇങ്ങനെയാണ്, അത് ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളതാണ്. इसलिए यीशु मसीह ने कहा कि स्वर्ग का द्वार बहुत ही सकरा है, बहुत ही ज्यादा चौड़ा नहीं है. അതുകൊണ്ട് അതിൽ കൂടെ പോകുന്നവര് വളരെ ചുരുക്കമാണ്. इसलिए उस रास्ते से होकर चलने वाले बहुत ही कम लोग हैं. നാം കേൾക്കുന്ന ദൈവവചനത്തിന് നമ്മിൽ സ്വാധീനം ചെലുത്തുവാൻ നാം അവസരം കൊടുക്കണം. हम जो वचन को सुनते हैं वो वचन हमारे जीवन में बड़ी प्रभाव को लेकर आने के लिए अनुमति देना है. നമുക്കൊക്കെ സാധാരണ ഒരു ഇന്ത്യൻ ഹല്ലേലൂയ ആസ്പെക്ട് ഉണ്ട്. ദൈവവചനെ സന്തോഷിപ്പിച്ച വചനം എന്നാ പറയുന്നത്. और हमारे भारतीय संदर्भ में हम एक बात को हमेशा कहते हैं, ये वचन जो मुझे बहुत आनंद दिलाता है. എനിക്ക് ഈ ആഴ്ച സന്തോഷം തന്ന ഒരു വാക്യം ഞാൻ വായിച്ച ഒരു വാക്ക് സാക്ഷ്യം പറയുകയാണ്. और इस हफ्ते भर में मुझे जो आनंद मिला है इस आयत से, मैं इसको पढ़कर यहाँ पर निष्कर्ष करना चाहूंगा. അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഏതെങ്കിലും പ്രോമിസ് വേർഡ് നല്ലതാണ്. വചനത്തിലെ എല്ലാ വാക്യങ്ങൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ വാക്യം വായിച്ചപ്പോൾ I was excited and encouraged or edified. That's the way we are saying the testimony. कई बार हमारे गवाहियों में हम इसी बात को कहते हैं कि इस आयत को पढ़कर बड़ी आनंद हुआ है, बड़ी उत्साहित हुए हैं. और मैं इस बात को कहना चाहूंगा कि सारे प्रभु के वचन जो है एक समान है, सभी आयतें बहुत ही महत्वपूर्ण है. എന്നാൽ നാം അറിഞ്ഞോ അറിയാതെയോ ഹല്ലേലൂയ സന്തോഷിപ്പിച്ച വചനത്തോട് ചേർന്ന് പോകുന്ന വചനങ്ങളുണ്ട്. അത് നമ്മെ ശുദ്ധീകരിക്കുന്ന വചനങ്ങളാണ്. और हम जो है जाने अनजाने में कुछ ऐसी आयतें हैं जिसको हम हमेशा आनंद के साथ पढ़ते हैं, और वो वचन कई बार हमारी शुद्धिकरण के लिए इस्तेमाल होती है. ഒരു ദൈവ പൈതലിന്റെ സന്തോഷം വിശുദ്ധീകരണം പ്രാപിച്ചു എന്ന അനുഭവമാണ്, അറിവാണ്. और ये व्यक्ति शुद्धिकरण पाया है, पवित्र हुआ है, इस बात का समझ मिलता है. ഞാനൊരു വാക്യം പറയാം. एक आयत को बोलना चाहूंगा. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, और यूहन्ना का सुसमाचार उसका 15 अध्याय उसके 11वें वचन में यीशु ने ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഈ വചനങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനുമാണ്. मैंने ये बातें तुम्हें इसलिए कही है कि तुम्हारा आनंद मुझ में बना रहे और तुम्हारा आनंद पूरा हो जाए. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്ത് കാര്യമാണ് യേശു പറഞ്ഞത്, ഇത്ര സന്തോഷവും തികഞ്ഞ നിറഞ്ഞ കവിഞ്ഞൊഴുകുന്ന സന്തോഷത്തിനു വേണ്ടി പറഞ്ഞ കാര്യം എന്താ? और हम सोचेंगे कि यीशु मसीह ने ऐसी कौन सी बात कहा होगा जो जिसको सुनकर इतने आनंदित हो सकते हैं हम. നിങ്ങളുടെ രോഗങ്ങൾ ഇന്ന് രാത്രി പൂർണ്ണമായി സൗഖ്യമാകും. ഇന്നിനി നിങ്ങൾക്ക് മണ്ണിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ വീട്ടിൽ ഇനി ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഉല്ലാസവും സന്തോഷവും മാത്രമേ ഉള്ളൂ. ഇതാണോ യേശു പറഞ്ഞത്?
क्या यीशु मसीह ने ऐसे कहा कि आपके जीवन में कोई बीमारी नहीं आएगी, आपके जीवन में आशीष ही आएगी, आप जब तक इस जमीन पर है, धरती पर है, आपके जीवन में हमेशा आनंद ही आप अनुभव करेंगे? क्या ऐसे यीशु मसीह ने कहा? പക്ഷേ യേശു 15-ാം അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് परंतु यीशु मसीह 15वें अध्याय में इस बात को कहकर शुरू करते हैं, പ്രധാനമായ 2 കാര്യങ്ങൾ പറഞ്ഞു, അത് നിമിത്തം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകണം. और यीशु मसीह ने मुख्य तौर से 2 बातों को कहा है, उसके द्वारा आपको आनंद होना है. ഒന്ന്, ഹല്ലേലൂയ, ഞാൻ സാക്ഷാ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരൻ, എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഞാൻ വെട്ടിക്കളയും. और सच्ची दाखलता मैं हूं, मेरा पिता किसान है, जो मुझ में रहकर फल नहीं पाता है उसको मैं काट डालूंगा. ദൈവഹിതമില്ലാത്ത, ദൈവത്തിന് പ്രയോജനമില്ലാത്ത നമ്മുടെ സ്വഭാവങ്ങൾ, ജീവിതങ്ങൾ, അതിന്റെ രീതികളൊക്കെ ദൈവം ഒരു കരുണയും കൂടാതെ മുറിച്ചു മാറ്റും എന്ന് പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. और जब प्रभु कहता है कि अगर हमारे अंदर ऐसी कोई स्वभाव है, ऐसी कोई सोच है, ऐसी कोई करतूत है जो प्रभु के नजरों में ग्रहण योग्य नहीं है, परमेश्वर उसको काट डालता है. जब ऐसी बातों को आप सुनते हैं, आपको आनंद मनाना है. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ആത്മീക സന്തോഷം, വചനം തരുന്ന സന്തോഷം ഇതാണ്. ദൈവകൃപ ചോർത്തിക്കളയുന്ന, ദൈവനാമ മഹത്വം ഉണ്ടാക്കാത്ത, ആത്മീക ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താത്ത സകലത്തെയും മുറിച്ചു മാറ്റുവാൻ വചനത്തിന്റെ മുമ്പാകെ നമ്മളെ സമർപ്പിക്കണം. मेरे प्रियो, हमारे जीवन के आत्मिक आनंद यही है कि हालेलुया। हमारे जीवन में ऐसी कोई बात हो जो हमें प्रभु से अलग करती है, ऐसे दुर्स्वभाव हो, तो प्रभु के वचनों के सामने उसको काट डालना है, और इसमें बड़ी हमें आनंद अनुभव होना है. അപ്പൊ അതിന്റെ അടുത്ത ഭാഗം, 2-ാം ഭാഗം എന്ന് പറയുന്നത്, और उसका दूसरा भाग इस प्रकार से है, എന്നിൽ കായ്ക്കുന്ന കൊമ്പൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനെ ഞാൻ ചെത്തി ചെത്തി വെടിപ്പാക്കും. और जो मुझ में रहते हैं और फलती है उसे वो छांटता है ताकि वो और भी फले. അതിന്റെ അർത്ഥം എന്താ ദൈവമക്കളെ? इसका मतलब क्या है प्रिय लोगों? ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു അല്പം കൂടെ പ്രയോജനപ്പെടാം, അല്പം കൂടെ തിളക്കം വേണം, അല്പം കൂടെ സമർപ്പണം വേണം. അതിനും എന്നെ പരിശോധിക്കും, എന്നെ വേദനയിൽ കൂടെ കടത്തിവിടും. जब मैं परमेश्वर के राज्य के लिए इस्तेमाल हो जाता हूँ, परमेश्वर नहीं चाहता है कि हम उतने में ही रहे, प्रभु चाहता है कि हम और भी बढ़े, इसलिए प्रभु हमें और भी छांटता है ताकि हम और भी फलवंत हो जाए. അപ്പോൾ ദൈവകൃപയില്ലാത്തത്, ദൈവമഹത്വമില്ലാത്തത് മുറിച്ചു കളയുമ്പോഴും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിനെ വീണ്ടും ചെത്തി മിനുക്കുമ്പോഴും ഉണ്ടാകുന്ന വേദനയിൽ നിന്ന് ഉളവാകുന്ന സന്തോഷമാണ് ക്രിസ്തീയ സന്തോഷം. और आत्मिक आनंद क्या है? जब परमेश्वर देखता है कि हमारे अंदर ऐसी कोई दुर्स्वभाव है, गलत बातें हैं, उसको जब वो काटता है और जब वो देखता है कि हम फलवंत हो रहे हैं, जब वो हमें और भी छांटता है, ऐसी अनुभवों में से होने वाली आनंद है मसीही आनंद. ഈ സന്തോഷം നമുക്ക് ലഭിക്കുന്നത് വചനത്തിൽ വേരിറങ്ങുമ്പോഴാണ്. और ये आनंद कब प्राप्त होता है? जब हम वचन में जड़ पकड़ते हैं. ഞാൻ ചിന്തിച്ചത്, മറ്റുള്ളവർ സമ്മതിച്ചത്, അനുവദിച്ചത് ശരിയോ തെറ്റോ എന്ന് നാം ശോധന ചെയ്യുന്നത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. हम जो सोचते हैं, हम जो अंगीकार करते हैं, दूसरे जो सलाह देते हैं, ये सही या गलत है, कैसे जान पाएंगे? जब हम वचन में अपनी जड़ को पकड़ते हैं. ഭാര്യ പറഞ്ഞതോ, ഭർത്താവ് പറഞ്ഞതോ, മക്കള് പറഞ്ഞതോ, പാസ്റ്റർ പറഞ്ഞതോ, സമൂഹം പറഞ്ഞതോ ശരിയോ തെറ്റോ എന്ന് നമുക്ക് ബോധ്യം വരണമെങ്കിൽ ഇറ്റ് നീഡ് ടു ബി മാച്ച് വിത്ത്, അലൈൻ വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. अगर हमारे पत्नी या पति या मित्र या परमेश्वर के दास या और कोई वचन से कुछ कहता है, सलाह देता है, ये कैसे सही पता करेंगे? जब तक वो परमेश्वर के वचन के साथ समांतर नहीं है, तब तक हम नहीं पता करेंगे कि ये सही है या गलत है हमारे लिए. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, ഹല്ലേലൂയ, പ്രത്യേക ഒരു സഭ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നുണ്ട്, ബെറിയൻ ചർച്ച്, ബെരോവയിലുള്ള വിശ്വാസികൾ. और बरिया के उस कलीसिया को हम देखते हैं जो हम परमेश्वर के दास पौलुस इस बात को बताता है. അവരെ കമ്പയർ ചെയ്യുന്നത് തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ബെറിയയിലുള്ളവർ, ബെരോവയിലുള്ളവർ ഉത്തമന്മാരായിരുന്നു. और बरिया के वो कलीसिया जो है तेसलोनिका की कलीसिया से भी काफी उत्तम लोग थे. തെസ്സലോനിക്കക്കാര് മോശമൊന്നുമല്ല. और तेसलोनिका के कलीसिया के विश्वासी कोई बुरे नहीं है. 1 തെസ്സലോനിയർ 1 മുതൽ 6 വരെ വായിക്കുമ്പോൾ അവരുടെ ഗുണവിശേഷങ്ങൾ നമുക്കറിയാൻ പറ്റും. और पहला तेसलोनिका उसका पहला अध्याय उसकी पहले आयत से 6वें आयत तक उनके गुणों के बारे में प्रकट किया गया है. അവർ വിശ്വാസത്തിനു വേണ്ടി ധീരതയോടെ നിന്നവരാണ്. ദൈവവചനം കഷ്ടതയിലും ഏറ്റെടുത്തവരും മറ്റുള്ളവരെ സഹായിച്ചവരുമായ
സാക്ഷ്യമുള്ള അഭിമാനമുള്ള വിശ്വാസികളാണ്. वो परमेश्वर के लिए बड़ी धीरज के साथ खड़े होने वाले, कष्टों के बीच में, दुखों में भी परमेश्वर के वचन को आनंद के साथ ग्रहण करने वाले, दूसरों की सहायता करने वाले ऐसे विश्वासी गण हैं। എന്നാൽ പൗലോസ് പറയുന്നു Bereans were more excelled than the people of Thessalonica. परंतु परमेश्वर के दास पौलुस कहता है कि थिस्सलुनीका के कलीसिया से बेहतर बेरिया के कलीसिया के लोग थे। എന്താ അവർക്കും ഇവർക്കും തമ്മിലുള്ള വ്യത്യാസം? इन लोगों के बीच में, इन दोनों कलीसियाओं के बीच में क्या अलग बात थी? ബെറോവയിലുള്ളവർ വചനം അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി പരിശോധിക്കുമായിരുന്നു. और बेरिया के कलीसिया के लोग इस प्रकार से थे कि जो भी वचन को वो सुनते थे वो वैसा है या नहीं, वास्तविक है या नहीं, इसका वो पढ़ते थे। ദൈവമക്കളെ ശ്രദ്ധിക്കണം, നമ്മുടെ പോലെ ഇന്നത്തെ പോലെ വേദപുസ്തകം നമ്മുടെ ഭാഷയിൽ അവൈലബിൾ ഉള്ള കാലഘട്ടമല്ല. मेरे प्रियो, जैसे आज हमारे पास अपनी भाषा में परमेश्वर का किताब है, उपलब्ध है, वैसा एक समय नहीं था उस वक्त में। അന്ന് ന്യായപ്രമാണങ്ങളും സങ്കീർത്തനങ്ങളും തുടങ്ങിയ കാവ്യ പുസ്തകങ്ങൾ, പ്രവചന പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. और उस जमाने में जो है भजन संहिता और भविष्यवाणी की किताब और इतिहास की कुछ किताब वही उनके पास उपलब्ध थे। അതും അത് തോൾ ചുരുളുകളിലോ എഴുതി വെച്ചിങ്ങനെ ചുരുട്ടി വലിയ കെട്ടുകളാക്കി പള്ളിയിൽ ദേവാലയത്തിൽ മാത്രമേ ഉള്ളത്. और वो भी जो है कुछ कागजों में, जो है पत्रियों में उसको बांधकर बड़े बड़े आराधनालयों में ही केवल पाई जाती थी। അത് വായിച്ച് പൊരുൾ തിരിച്ചു കൊടുക്കേണ്ടത് ശാസ്ത്രിമാരാണ്. और उसको पढ़कर जो है लोगों के सामने प्रकट करना वो वहां के शास्त्रियों का काम था। ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് അവർ ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചത്. और जब मैं इन बातों को बता रहा हूं, शायद आप सोच सकते होंगे कि कैसे उन्होंने परमेश्वर के वचन को जांच कर उसको उस पर विश्वास किया। എത്ര വലിയ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചാലും, വാക്വൈഭവമുള്ള അപ്പല്ലോസ് പ്രസംഗിച്ചാലും, കൃപയുള്ള തിമത്തിയോസ് പ്രസംഗിച്ചാലും, ബെറിയൻസ് വചനം ഇവര് പറഞ്ഞത് ശരിയാണോ എന്ന് എക്സാമിൻ ചെയ്യും. और कितने भी बड़े या आत्मा से भरे हुए प्रेरित पौलुस जैसे हो या अपुल्लोस जैसे जो बहुत ही अच्छे भाषण देने वाले थे, या कोई भी प्रभु के दास क्यों ना हो, वो कितना भी गहराई से वचन को कहते हैं, फिर भी बेरिया के कलीसिया के लोग ऐसे थे जो वचन को फिर से घर पर जाकर उसको जांचते थे, उसको पढ़ते थे, समझते थे कि ये सच है या नहीं। ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം കേൾക്കുന്ന പ്രസംഗങ്ങൾ, ഉപദേശങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് സമയമെടുത്ത് സമർപ്പണത്തോടെ പരിശോധിച്ചെങ്കിൽ മാത്രമേ വചനത്തിൽ വേരൂന്നുവാൻ കഴിയുകയുള്ളൂ. और यीशु मसीह के वचनों को या यीशु मसीह में जड़ पकड़ने का मतलब यह है, जो भी वचन को आप सुनते हैं उसके बाद आप घर में जाकर आप समय को निकाल कर उन वचनों को पढ़ने के लिए, समझने के लिए समय निकाल कर आप जब ऐसे व्यतीत करते हैं, तब आप सचमुच यीशु मसीह में जड़ पकड़ते हैं। ദൈവവചന പ്രഭാഷണം നാം തുടർമാനമായി എല്ലായിടത്തും കേൾക്കുന്നതാണ്. हम इन दिनों में हमने बहुत से ऐसे प्रभु के वचनों को सुना है। അതെങ്ങനെയാണ് മനുഷ്യൻ സ്വീകരിക്കുന്നത് എന്നതിനെ കുറിച്ച് യേശു അന്നേ ഒരു ഉപമയിൽ കൂടി വെളിപ്പെടുത്തി. और उन दिनों में ही जब यीशु मसीह जीवित थे, यहाँ पर यीशु मसीह ने कहा कि किस प्रकार से उसको स्वीकारना है। ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് സുപരിചിതമായ വേദപുസ്തകത്തിലെ സംഭവങ്ങൾ, ഉപമകളാണ്. और मैं जो भी आपको कह रहा हूँ ये सब हमारे लिए बहुत ही सुपरिचित कुछ गद्यांश है। മത്തായി 13 കാണുന്ന വിത്തിന്റെ ഉപമ. और हम देखते हैं मत्ती के सुसमाचार 13वें अध्याय में बीज बोने वाले का दृष्टांत। ഒരു വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടുവെന്നും അത് 4 സ്ഥലങ്ങളിൽ വീണതായി നാം അവിടെ വായിക്കുന്നു. बीज बोने वाला बीज डालने के लिए निकलता है और 4 जगहों पर वो बीज को डालता है। ഒന്നാമത് വഴിയരികെയാണ് വിത്ത് വീണത്. पहली बात, वो रास्ते के किनारे में बीज गिर गया। ഈ 4 സ്ഥലത്ത് വീണതും ഒരേ കുട്ടയിലെ വിത്താണ്. और ये चारों जगह पर गिरने वाली एक ही टोकरी में से गिरी हुई बीजें हैं। ഒരേ പ്രയോജനമുള്ള, ഒരേ ഗുണവിശേഷമുള്ള വിത്ത് തന്നെയാണ്. വിത്തിന്റെ കുഴപ്പമല്ല, ഒരേ വിത്ത് തന്നെയാണ്. और एक ही बीज है, एक ही वैसे गुण को रखने वाले एक ही प्रकार के बीज है जो चारों जगह पर गिरी थी। എന്നാൽ വിത്ത് വളരണമെങ്കിൽ വിത്തിനെ സ്വീകരിക്കുന്ന മണ്ണും കൂടെ പ്രയോജനമുള്ളതായിരിക്കണം. परंतु अगर बीज को वहां पर बढ़ोतरी पाना है तो जिस जमीन पर गिरा है वो जमीन भी जो है उसको ग्रहण योग्य या तैयारी होना है। അപ്പൊ ഒന്നാമത് വഴിയരികെയാണ് വീണത്.
और पहला जगह वो रास्ते के किनारे पर गिरा। അത് ആകാശത്തിലെ പറവ കൊത്തിക്കൊണ്ടുപോയെന്ന് പറയുന്നു. लिखा गया है आकाश के पंछी ने आकर उस बीज को वहां से चुग लिया। ഒരു കൂട്ടർ വചനം കേൾക്കുന്നത് കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒരു മിനിറ്റ് പോലും അത് താഴേക്ക് ഇറങ്ങുവാൻ സമ്മതിക്കുകയില്ല. और कुछ लोग ऐसे होते हैं जो वचन को केवल सुनते हैं, एक मिनट के लिए भी प्रभु का वचन अंदर समाने के लिए अनुमति नहीं देते हैं। പ്രസംഗം തുടങ്ങി 1 മണിക്കൂർ കഴിയുമ്പോൾ അത് പോയി കഴിയും. और प्रचार को सुनने के 1 घंटे के बाद ही उनके दिल से निकल जाता है। വചനം വായിച്ച് അവസാനത്തെ വാക്യം വായിച്ചു കഴിയുന്നതോടുകൂടി അത് തീരും. और जैसे आखिरी आयत को पढ़ लिया और समाप्त हुआ, वैसे उनके मन से वो बात निकल जाती है। ഉള്ളിൽ വചനം വളരാതെ അതിനെ കൊത്തിക്കൊണ്ടുപോകുവാൻ പറന്നു വരുന്ന ഈ ലോകത്തിന്റെ ശക്തികളും ആഗ്രഹങ്ങളും മോഹങ്ങളുമുണ്ട്. और उस वचन को अंदर समाने ना पाए, इसलिए संसार की ऐसी बहुत शक्तियां हैं, बहुत सी ताकतें हैं जो उसको बाहर की ओर खींचती हैं। അതിനെ ആട്ടിപ്പായിക്കുവാനുള്ള ആത്മബലം ദൈവമക്കൾ പ്രാപിക്കണം. और उसको दूर भगाने के लिए डांटने का शक्ति प्रभु के लोग प्रभु से पाना जरूरी है। ദൈവമക്കളെ കൊത്തിക്കൊണ്ടുപോയ വിത്തും വയലിൽ വീണിരുന്നുവെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിന് ഉപജീവനത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീർന്നേനെ. और जो बीज जो रास्ते के किनारे पर पड़ गया और जहां से पंछी उसको चुपकर लेकर गई, अगर वो अच्छे जमीन पर गिरा होता तो जरूर परिवार के लिए, बच्चों के लिए, भविष्य के लिए आशीष का कारण होता। ഈ 2021 ഡിസംബർ 18 രാത്രിയിൽ നമ്മെ തന്നെ ഒന്ന് സ്വയം ശോധന ചെയ്യ്. കഴിഞ്ഞ ഒരു വർഷക്കാലം എനിക്ക് പ്രയോജനമായി തീരേണ്ട എത്ര ആത്മീയ വചനങ്ങളെ പറവകൾ കൊത്തിക്കൊണ്ടുപോയി. और हमें अपने आप को इस साल के आखिरी में अपने आप को जांचना है, इस बात को सोचना है कि कितने ऐसे अच्छे अच्छे बीज या प्रभु के वचन जो हमने सुना है वो हमारे अंदर समा नहीं पाए, परंतु संसार की बातों ने उसको चुनकर, उसको हमारे अंदर से खींचकर उसको बाहर की ओर लेकर गए। हमने अपने आत्मिक और संसारिक आशीषों को खो दिया है। രണ്ടാമത് വീണത് പാറയുള്ള സ്ഥലത്താണ്. और दूसरी जगह जहां पर गिरा वो एक चट्टान सी जगह थी। അവിടെ നാം വായിക്കുന്നത് മുളച്ചു വന്നെങ്കിലും ആഴമില്ലാഞ്ഞത് കൊണ്ട് ചൂടടിച്ചപ്പോൾ, സൂര്യന്റെ ചൂടടിച്ചപ്പോൾ കരിഞ്ഞുപോയി. और वहां पर हम देखते हैं क्योंकि वो एक चट्टान में था और ज्यादा गहरा नहीं था, जब वो थोड़ा उग कर आई तो सूर्य की किरणों उसके ऊपर गिरने के कारण वो वहां पर सूख पड़ी। ഹൃദയത്തിന്റെ ചെവിക്കകത്തും ചിന്തയ്ക്കകത്തും മാത്രമല്ല വചനം, ഹൃദയത്തിന്റെ മാംസപ്പലകയിലേക്ക് അടിത്തട്ടിലേക്ക് വചനം ഇറങ്ങിയില്ലെങ്കിൽ വചനത്തിന് നമ്മിൽ നിലനിൽപ്പില്ല. और हम जानते हैं कि केवल सुनने से कोई मतलब नहीं है, जब तक परमेश्वर का वचन हमारी गहरी हमारी हृदय में हम नहीं समाते हैं तब तक कोई बदलाव नहीं आएगा। നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ ഒത്തിരി മെമ്മറി വേഴ്സുകള്, വാക്യങ്ങൾ കാണാതെ പഠിക്കും. हमारे बचपन में हम बहुत से मेमोरी वर्सेस को कंठस्थ करते थे। അത് ഞാൻ എൻകറേജ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ എല്ലാം പഠിപ്പിക്കണം. ഒരു പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ഓർമ്മയിൽ നിൽക്കത്തില്ല. और हम सारे बच्चों को मैं उत्साहित करूंगा कि आप ऐसे ही पढ़ते रहना, एक उम्र के बाद शायद ये हम कंठस्थ नहीं कर पाते हैं। എന്നാൽ ബുദ്ധിയിലല്ല വചനം നിൽക്കേണ്ടതെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. परंतु प्रभु का वचन ये सिखा रहा है कि वचन हमारे केवल बुद्धि में रहने वाली एक जगह नहीं है। 119 സങ്കീർത്തനത്തിന്റെ 11 വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. और भजन संहिता 119 verse 11. 119 भजन संहिता उसके 11वें वचन में लिखा गया है, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനങ്ങളെ മനഃപ്പാഠമാക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. और मैं तेरे विरुद्ध में पाप ना करूं इसलिए मैंने तेरे वचनों को कंठस्थ किया है, ऐसा लिखा नहीं है। ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഐ ഹാവ് കെപ്റ്റ് ദൈ വേർഡ് ഇൻ മൈ ഹാർട്ട്, ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. तेरे विरुद्ध में मैं पाप ना करूं इसलिए मैंने तेरे वचनों को अपने हृदय में रख छोड़ा है। നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവവചനം വേരിറങ്ങിയെങ്കിൽ മാത്രമേ പാപത്തോട് മുഖം തിരിച്ച് ജീവിച്ച് ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ വളരുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. जब तक परमेश्वर का वचन हमारे हृदय में हम रख नहीं छोड़ते हैं तब तक जो है हम पाप का सामना नहीं कर पाएंगे और पाप की इन सारी गंदी बातों को ऊपर हम जय नहीं पा पाएंगे। മൂന്നാമത് മുള്ളിനിടയിൽ വീണ ഒരു കൂട്ടം വിത്തിന്റെ കാര്യം പറയുന്നു. और तीसरी जगह वो जगह है जहां पर कांटों के बीच में ये बीज गिर गई। അത് ആഴത്തിലൊക്കെ വിത്ത് വീണ് നന്നായി മുളച്ചു വന്നതാണ്. और ये बड़ी गहराई में गई थी और अच्छे से इसका बढ़ोतरी हो रहा था। എന്നാൽ ഇത് വളരുന്നത് മുള്ളിന്റെ കൂടെയാണ്. മുള്ളിന്റെ കൂടെ വളർന്നത് കൊണ്ട്
മുള്ള അതിനെ ഞെരുക്കിക്കളഞ്ഞെന്നാ പറയുന്നത്. वहां पे लिखा गया है क्योंकि ये कांटों के बीच में ये बीज गिरी थी, तो इसका अंकुर जो है वो जब खिलने लगी तो कांटों ने उसको पूरी रीति से दबोच लिया। ദൈവമക്കളെ, അതിന്റെ അർത്ഥം ഇത്രമേ ഉള്ളൂ: നെവർ എവർ കോംപ്രമൈസ് ദ വേർഡ് വിത്ത് ദ വേൾഡ്. इसका यही मतलब है मेरे प्रियो कि परमेश्वर के वचन को कभी भी संसार के साथ अब समझौता नहीं करना। ഇന്ന് കാണുമ്പോൾ പ്രയോജനമുള്ളതായൊക്കെ തോന്നും, നാളെ അത് മുള്ളായി മാറി നമ്മുടെ ആത്മീയ ജീവിതത്തെ ഞെരിച്ചു കളയാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ കളകളെ തിരിച്ചറിയുവാനുള്ള അകക്കണ്ണ് തുറക്കുവാൻ പ്രാർത്ഥിക്കണം. शायद आज आपको अच्छा लगता होगा, सब कुछ सही लगता होगा, पर आप इस बात को जानना है कि कुछ समय के बाद संसार आपको दबा सकती है, आपके ऊपर कब्जा कर सकती है। ऐसे एक दृष्टिकोण आपके अंदर होना जरूरी है। ദൈവകൃപ ചോർത്തിക്കളയുന്നത് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ മുള്ളായി മാറി വചനം മുരടിപ്പിച്ചു കളയാതിരിക്കേണ്ടതിന് ഇപ്പോൾ തന്നെ അതിനെ കണ്ടെത്തേണ്ട ദിവസമായി മാറട്ടെ. और इसलिए जरूरी है कि आप इस बात को समझ ले, संसार की कोई भी बात आपके आत्मिक आशीषों को आपसे छीनने ना पाए, शैतान की कोई भी चाल आपके ऊपर प्रबल ना होने पाए। इसलिए आज आपकी आत्मिक आंखों को खोलकर आपको सही जो करना है। ഈ ലോകത്തിലെ മോഹങ്ങളും മണ്ണിനോടുള്ള താല്പര്യങ്ങളും ധനം, സ്ഥാനം, മാനം ഇവയൊക്കെ വളർന്നു വരുമ്പോൾ അത് വചനത്തിന് ക്ഷീണമാണ്, ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയെ മുരടിപ്പിക്കും. मेरे प्रिय लोगों, जब इस संसार के प्रति हमारी अभिलाषा बढ़ती है, यहाँ का मान, सम्मान, धन, संपत्ति की ओर जो हमारी आंखें आकर्षित होती हैं, तो जो है हमारी आत्मिक जीवन में बड़ी कमजोरी को, बड़ी उदासीनता को लेकर आती है। നാലാമത് വീണ സ്ഥലത്തിനും ഹല്ലേലൂയ 3 ഘട്ടങ്ങൾ, 4 ഘട്ടങ്ങളുണ്ട്. और चौथे स्थान पर गिरने वाली उस बीज को जमीन पर भी ऐसी कुछ 3-4 पहलुए हैं। അവയിൽ ചിലത് നല്ല നിലത്ത് വീണു 30, 60, 100 മേനി കൊടുത്തെന്ന് വായിക്കുന്നു. और उसमें से जो है अच्छे जमीन पर गिरने वाली वो बीज, उसमें से 60, 80, 100 गुना फल निकलने लगा। എന്താ ഈ നല്ല നിലത്തിന്റെ പ്രത്യേകത? और अच्छे जमीन की विशेषता क्या है? ഇത് ഒരുക്കപ്പെട്ട നിലമാണ്, ഉഴുത് മറിച്ച് ഒരുക്കപ്പെട്ട നിലമാണ്, വിത്തിന്റെ വേര് ഇറങ്ങാൻ പറ്റി പാകമായ നിലം. वो ऐसी एक जमीन है जो तैयारी के साथ ही अच्छा मिट्टी था, जहां पर जड़ पकड़ सकता है, गहराई में जड़ पकड़ सकता है। ഞാൻ ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുന്നത് വലിയ മിസ്റ്ററി ഒന്നുമല്ല, വെരി സിമ്പിൾ മെസ്സേജ്, ബട്ട് ഐ വാണ്ട് ടു നോ ദാറ്റ് ടു നോ each and everyone well rooted and established in the word and grow for the glory of the Lord. मैं आपको कोई ऐसी कोई गहरी बातों को नहीं बता रहा हूं, कोई रहस्यमय बातों को नहीं बता रहा हूं, पर ऐसी कुछ सच्चाई है जो आपको ग्रहण करना है, जो आपको परमेश्वर के वचन में आपको मजबूत कर सकती है। ദൈവമക്കളെ, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഓരോ വേദവാക്യത്തിനും, ഓരോ വചനത്തിനും, ഓരോ ദൂതുകൾക്കും 100 മേനി വിള കായ്ക്കുവാനുള്ള ശക്തി അതിനകത്തുണ്ട്. मेरे प्रियो, जो भी वचन को आप पाते हैं, ग्रहण करते हैं, इसके अंदर इतनी ताकत है कि उसके अंदर से 100 गुना फल को वो उत्पन्न करे। എന്നാൽ പലപ്പോഴും 30 വരെ ആവുമ്പോൾ നമ്മൾ ഹാപ്പിയായി, परंतु कई बार जब 30 लोग होते हैं तो हम खुश हो जाते हैं। 60, ചിലപ്പോൾ 60 ആയിരിക്കും, ഐ എം ബെറ്റർ ദാൻ ദ 30, സോ ഐ എം ഹാപ്പി. और 30 से ज्यादा 60 हो गया तो ठीक है, पहले से अच्छा है तो हम खुश हो जाते हैं। ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള സ്വപ്നം, അവിടുത്തെ ആലോചനകൾ, വചനങ്ങൾ 100% എന്നിലും നിങ്ങളിലും വിള കൊയ്യണമെന്നാണ്. परंतु परमेश्वर का यही इच्छा है कि परमेश्वर का वचन हमारे अंदर 60 गुना, 80 गुना और 100 गुना फल को लेकर आना है। അതുകൊണ്ട് നാം വചനത്തെ നന്നായി നമ്മുടെ ഹൃദയത്തിനകത്ത് ഇറങ്ങുവാൻ അനുവദിക്കണം. इसलिए प्रभु के वचन को हमारे अंदर समाने के लिए हमें परमेश्वर को अनुमति देना है। So every time you hear God's word or read God's word, listen to somebody's message, you need to make a 3 simple prayer. और इसलिए जब भी आप प्रभु के वचन को सुनते हैं या कोई प्रचार को सुनते हैं, आपको 3 प्रार्थनाओं को करना है। 3 ചെറിയ പ്രാർത്ഥന വായിച്ചിട്ട് വേണം വചനം വായിക്കാൻ കേൾക്കാൻ. और प्रभु के वचन को जब सुनते हैं या सुनने से पहले 3 छोटी सी प्रार्थनाओं को कर आपको प्रभु के वचन को सुनना है। അത് എല്ലാവരുടെയും പ്രയോജനത്തിന് വേണ്ടി ഞാൻ എപ്പോഴും പ്രയോഗിക്കുന്നതാണ്, പ്രാക്ടീസ് ചെയ്യുന്നതാണ്. എല്ലാവരുടെയും പ്രയോജനത്തിന് വേണ്ടി 3 വാക്യങ്ങൾ പറയുന്നു. और आप लोग सबके लाभ के लिए जो मैं व्यक्तिगत रीति से उसको अनुभव करता हूं, मैं आप लोगों को बताना चाहूंगा। 119 സങ്കീർത്തനം 18 വാക്യം, और 119 भजन संहिता उसका 18 आयत,
40 സങ്കീർത്തനം 6 വാക്യം, भजन संहिता 40 उसका 6वां आयत, ലൂക്കോസ് 24:45. ഈ 3 വാക്യങ്ങൾ 3 പ്രാർത്ഥനയായി നമുക്ക് പ്രാർത്ഥിക്കാം. और लूका उसके 22 अध्याय उसका 45 आयत, ये तीनों आयतें 3 प्रार्थना के रूप में आप कर सकते हैं. ഒന്നാമത്തെ പ്രാർത്ഥന, ഓപ്പൺ മൈ ഐസ് ദാറ്റ് ഐ മേ സീ ദ വണ്ടർഫുൾ തിങ്സ് ഇൻ യുവർ വേർഡ്. पहली प्रार्थना यह है कि प्रभु मेरी आंखों को खोल दे ताकि तेरे वचन के अद्भुत बातों को मैं देख पाऊं. ദൈവവചനത്തിൽ മറഞ്ഞു കിടക്കുന്ന ദൈവിക ആലോചനകളുടെ അത്ഭുതം കാണുവാൻ എന്റെ അകക്കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. परमेश्वर के वचनों के प्रकाशनों को देखने के लिए प्रभु मेरे अंतर्गत के आंखों को खोल दे. ദൈവമേ, നൂറുകണക്കിന് ശബ്ദങ്ങൾ കേൾക്കുന്ന എന്റെ ചെവിയിൽ അവിടുത്തെ ആലോചന കേൾക്കുവാൻ എന്റെ ചെവികളെ തുറക്കണമേ എന്ന 40 സങ്കീർത്തനത്തിൽ പറയുന്നത്. ഓപ്പൺ മൈ ഇയേഴ്സ്. 40 में इस प्रकार से बताया गया है, जब हम संसार के इतने सारे ध्वनि या आवाज सुनते हैं, प्रभु तेरी आवाज को पहचानने के लिए मेरी कान को खोल दे. ലോകത്തിന്റെ ശബ്ദം എന്തുവാ, പിശാചിന്റെ ശബ്ദം എന്താണ്, ദൈവത്തിന്റെ ശബ്ദം എന്താണെന്ന് തിരിച്ചറിയുവാൻ എന്റെ ചെവികളെ ഒന്ന് തുളയ്ക്കണമേ. ഓപ്പൺ മൈ ഇയേഴ്സ്. परमेश्वर मेरी आंखों को खोल, मेरी कानों को खोल दे ताकि संसार की आवाज क्या है, शैतान की आवाज क्या है, परमेश्वर की आवाज क्या है, इसको पहचानने के लिए प्रभु मेरी कानों को खोल दे. മൂന്നാമത്തെ പ്രാർത്ഥന, ഓപ്പൺ മൈ അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് ഐ മേ കോംപ്രിഹെൻഡ് യുവർ വേർഡ്. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് എന്റെ ബുദ്ധിയെ തുറക്കണമേ. और तीसरी बात प्रार्थना यह है कि प्रभु मेरी बुद्धि को खोल दे ताकि मैं तेरी वचन की सच्चाइयों को ग्रहण कर पाऊं. ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ മറന്നുപോയാലും ജസ്റ്റ് പ്രാക്ടീസ് ദിസ് 3 prayers every time you open your Bible. और जब कभी आप वचन को खोलते हैं पढ़ने के पहले, आप इन 3 प्रार्थनाओं को कर कर प्रभु के वचनों को सुनो, पढ़ो. നാം അങ്ങനെ ദൈവവചനത്തിൽ വേരൂന്നുമ്പോഴാണ് കൂട്ടായ്മയിൽ വളരുന്നത്. ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം ദൃഢമായി തീരുന്നത് ക്രിസ്തുവിന്റെ വചനത്തിൽ വേരൂന്നുമ്പോഴാണ്. जब हम परमेश्वर के वचन में जड़ पकड़ते हैं, तब हम यीशु के साथ के संगति में ज्यादा मजबूत होते हैं. രണ്ടാമത് നാം വേരൂന്നേണ്ടത് ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണ്. We need to be rooted in his love. दूसरी बात, हमें यीशु मसीह के प्रेम में जड़ पकड़ना जरूरी है. ഈ ലോകത്തിന്റെ സ്നേഹങ്ങളുടെ നടുവിൽ ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്ന് ആഴത്തിൽ രുചിച്ചറിയണം. और इस संसार के प्रेम को या प्यार को जब देखते हैं, इसके मध्य में यीशु का प्रेम क्या है, इसको सचमुच चख कर देखना है. ഞാൻ ആ ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17 മുതൽ 10-9 വരെയുള്ള വാക്യങ്ങൾ. मैं एक गद्यांश को पढ़ना चाहूंगा. एफेसियों का किताब उसका 3रा अध्याय उसका 17 से लेकर 19 पद तक. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. और पौलुस जो एफेसियों की कलीसिया है वहां उनके लिए प्रार्थना करते हैं. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും അങ്ങനെ നിങ്ങൾക്ക് ആ വരം ലഭിച്ചിട്ട് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അതിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും ആ അറിവിനെ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും നാം പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം എന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. एफेसियों 3रा अध्याय 17 से 19. और विश्वास के द्वारा मसीह तुम्हारे हृदय में बसे कि तुम प्रेम में जड़ पकड़कर और नेव डालकर सब पवित्र लोगों के साथ भली भांति समझने को शक्ति पाओ कि उसकी चौड़ाई और लंबाई और ऊंचाई और गहराई कितनी है, मसीह के उस प्रेम को जान सको जो ज्ञान से परे है, कि तुम परमेश्वर की सारी भरपूरी तक परिपूर्ण हो जाओ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അകത്തോട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. जब हम यीशु मसीह के प्रेम को सचमुच नहीं जान पाएंगे, गहराई में नहीं उतरते हैं, तब तक हम दूसरों से प्यार नहीं कर पाएंगे. എന്തുകൊണ്ടാണ് നമ്മുടെ മറ്റുള്ളവരോടുള്ള ഇടപാടുകളിൽ ബന്ധങ്ങളിൽ സ്നേഹത്തിന്റെ തീഷ്ണത കുറഞ്ഞു വരുന്നത്? क्यों हम जब दूसरों के साथ संप्रेक्षण करते हैं, वार्तालाप करते हैं, हमारा प्रेम क्यों घटता है? നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ നന്നായി ചെലവഴിക്കണമെങ്കിൽ ഈ ലോകപ്രകാരം നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ഉണ്ടായിരിക്കണം. अगर आपको संसार में अच्छे से खर्च करना है तो आपके बैंक बैलेंस बहुत ही अच्छा होना है. നിങ്ങളുടെ ജോലി വരുമാനം അനുസരിച്ചാണ് നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ നിങ്ങൾ ക്രമീകരിക്കുന്നത്. आपका जो भी तनख्वाह है उसके अनुसार ही आप अपना खर्चा पानी करते हैं. നിങ്ങൾ കുക്ക് ചെയ്തിരിക്കുന്ന പാത്രത്തിലെ ആഹാരത്തിന്റെ അളവനുസരിച്ചാണ് നിങ്ങൾ സെർവ് ചെയ്യുന്നത്.
और आपने जो घर में जो खाना पकाया है उसके अनुसार ही आप उसको परोसते हैं। അത് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ചെലവാക്കുന്നതും കുറഞ്ഞു കുറഞ്ഞു വരും. जैसे वो कम होता है वैसे जो आप खर्च करते हैं वो भी कम हो जाता है। നാം അലളിയ മറ്റുള്ളവർക്ക് പണ്ട് കൊടുത്ത സ്നേഹം, ആരംഭത്തിലെ ആദ്യ സ്നേഹം കുറഞ്ഞു വന്നെങ്കിൽ നാം വീണ്ടും വീണ്ടും സ്നേഹം പ്രാപിച്ചെടുക്കുന്നില്ല എന്നാണ് അർത്ഥം. और अगर हमारा प्रेम दूसरों के प्रति पहला जैसा नहीं है, कम होते जा रहा है, इसका यह मतलब है कि हमको जो मसीह से प्रेम पाना है वो भी कम हो चुका है। സ്നേഹം എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്ന് മാത്രമാണ് അർത്ഥം, കിട്ടുക എന്നൊരർത്ഥം അതിനില്ല. और प्रेम का मतलब यही है कि आपको प्रेम देना है, बांटना है, मिलना है, ऐसा उसका कोई अर्थ ही नहीं है। ദൈവസ്നേഹത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഫോർഗീവ് എന്നുള്ളതാണ്. അതിനെ നമുക്ക് ഫോർഗീവ് എന്ന് വരെ കൊണ്ടെത്തിക്കാം. और परमेश्वर का प्रेम का यही मतलब है आपको देना है. അല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ് സ്നേഹം. और दूसरों को देने के लिए परमेश्वर से पाना है, यही है प्रेम का मतलब. കാരണം അങ്ങനെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, സഭയെ ഒക്കെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. और ऐसे प्रभु से प्रेम पाने के बाद ही अब अपने पति पत्नी, बच्चों को, कलीसिया से, परिवार के लोगों से आप प्रेम कर ഇവിടെ पाएंगे. പൗലോസ് പറയുന്നു, അത് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ അതിന്റെ നീളം അറിയണം, വീതി അറിയണം, ഉയരം അറിയണം, ആഴം അറിയണം. और पौलुस कहता है कि उसकी चौड़ाई, उसकी लंबाई, उसकी गहराई को आपको जानना है. അത് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് അത് വേഗം പറയാം. എന്താണ് ദൈവസ്നേഹത്തിന്റെ ആഴം? ദ ലെങ്ത്, ബ്രെഡ്ത്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ഗോഡ്സ് ലവ്. परमेश्वर के प्रेम का चौड़ाई, लंबाई, गहराई क्या है, इसका अर्थ क्या है? പാപിയായിരുന്ന എന്നെ ദൈവം സ്നേഹിക്കുവാൻ ദൈവം ചിലവാക്കി പുത്രനിൽ കൂടെ കാണിച്ച സ്നേഹമാണ് ഈ ആഴവും നീളവും വീതി ഉയരവും. और परमेश्वर जो हम जैसे पापियों से प्रेम करता है, उस प्रेम को प्रकट करने के लिए अपने पुत्र के द्वारा जो उसने प्रकटीकरण किया है, वो है परमेश्वर का प्रेम. ഞാൻ പാപിയായിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ചു, അതിക്രമി ആയിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ചു. അൺകണ്ടീഷണൽ ലവ് ആണ് ദൈവസ്നേഹം. और जब मैं पापी था प्रभु ने मुझसे प्रेम किया, जब मैं अधर्मी था प्रभु ने मुझसे प्रेम किया. यह परमेश्वर का बेशर्ती प्रेम है. പറയാൻ സമയമില്ല, എന്നെ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാം. और क्योंकि पढ़ने के लिए समय नहीं है, जल्द से जाना चाहूंगा. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38:17 ദൈവസ്നേഹത്തിന്റെ നീളം എന്താണെന്ന് അവിടെ കാണാം. और यशायाह की किताब उसके 38 अध्याय उसके 17 आयत में परमेश्वर के प्रेम का जो लंबाई है वहां पर पढ़ सकते हैं. ഇതെല്ലാം നമ്മുടെ പാപക്ഷമ, വീണ്ടെടുപ്പ് ആയി ബന്ധപ്പെട്ടതാണ്. और ये सब हमारे पाप से क्षमा पाना, हमारा उद्धार के विषय में संबंधित है. ഇവിടെ ഹിസ്കിയാവ് തന്റെ പ്രാർത്ഥനയിൽ പറയുന്നു, നീ എന്റെ സകല പാപങ്ങളെയും എന്റെ പുറകിൽ എറിഞ്ഞിരിക്കുന്നു. और हिजकिय्याह अपने प्रार्थना में इस प्रकार से कहता है, तूने मेरे सारे पापों को मेरे पीछे रख छोड़ा है. യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ കാൽവരി ക്രൂശ് മുതൽ ഇന്ന് വരെ ഞാൻ അനുഭവിച്ച പാപക്ഷമയുടെ അതിനുവേണ്ടി സ്വർഗം ചൊരിഞ്ഞ സ്നേഹമാണ്. കാൽവറിയുടെ ക്രൂശ് മുതൽ ഇന്ന് വരെയുള്ള നീളമാണ് എന്റെ പാപക്ഷമയുടെ ദൈവസ്നേഹത്തിന്റെ നീളം. और परमेश्वर का प्रेम का लंबाई क्या है? जब से यीशु मसीह ने अपनी प्राण को कलवरी के क्रूस पर त्यागा, इस समय तक जो भी पाप किए हैं उन सारे पापों को मेरे पीछे छोड़ना, क्षमा करना, वो है उसके प्रेम की लंबाई. എന്റെ സകല പാപങ്ങളും പുറകിലേക്ക് മാറ്റി എന്റെ മുമ്പിൽ നിന്നിരുന്ന അയോഗ്യതകളും അധർമ്മങ്ങളും ഒക്കെ പുറകിലാക്കി കളഞ്ഞ ദൈവസ്നേഹത്തിന്റെ നീളത്തിനായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണം. और परमेश्वर ने जिसने हमारे सारे पापों को अपने पीठ के पीछे फेंक दिया है, ऐसे प्रेम के लिए आपको प्रभु को धन्यवाद देना है. 103 സങ്കീർത്തനം 12 വാക്യം ഇങ്ങനെ വായിക്കുന്നു. और 103 भजन संहिता उसके 12वें आयत में लिखा गया है, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ നീ എന്റെ ലംഘനങ്ങളെ എന്നോട് അകറ്റിയിരിക്കുന്നു. और जैसे उदयाचल अस्ताचल से दूर है, वैसे ही तूने मेरे पापों को मेरे जीवन से दूर किया है. അതാണ് ദൈവസ്നേഹത്തിന്റെ വീതി. ഉദയവും അസ്തമനവും തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടാത്ത രണ്ട് പ്രതിഭാസമാണ്, ഫിനോമിനയാണ്. और उदयाचल अस्ताचल से कभी भी एक साथ नहीं जुड़ते हैं, ये एक ऐसी प्रक्रिया है. ഇരുളും വെളിച്ചവും തമ്മിൽ ദൈവം വേർതിരിച്ചതുപോലെ എന്റെ ലംഘനങ്ങളെ എന്നോട് അടുക്കാതെ വണ്ണം അകറ്റി മാറ്റി രണ്ട് കൈയും വിരിക്കപ്പെട്ട് നിവൃത്തിയാ എന്ന് പറഞ്ഞതാണ് കാൽവരി ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന്റെ വീതി.
और हम देखते हैं जैसे ज्योति अंधकार से अलग है, वैसे ही उदयाचल से अस्ताचल तक प्रभु का वचन कहता है कि हमारे पापों को प्रभु ने हमारे से इतना दूर कर दिया है। यह है परमेश्वर के प्रेम की चौड़ाई। വിശദീകരണത്തിന് ഞാൻ മുതിരുന്നില്ല. മൂന്നാമത് ദൈവസ്നേഹത്തിന്റെ ഉയരം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44:22 വാക്യം. और यीशु परमेश्वर के प्रेम की ऊंचाई क्या है, हम उसके यशायाह की किताब उसके 44 अध्याय के 22 आयत में पढ़ते हैं। കാർമുകിലിനെ പോലെ എന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിന്നിരുന്ന ലംഘനങ്ങളെ, കറുത്തുമൂടിയ പാപത്തിന്റെ കെട്ടുകളെ അങ്ങ് മായ്ച്ചു കളഞ്ഞു. और मेरे पापों को जो बादल के समान मेरे ऊपर समा गई थी, उसको आपने काट दिया है। ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റിയിരുന്ന പാപത്തിന്റെ കട്ടിയുള്ള മേഘങ്ങളെ കാൽവരി ക്രൂശിൽ യേശു മരിച്ചപ്പോൾ നീതിയും സമാധാനവും തമ്മിൽ ചുംബിക്കത്തക്കവണ്ണം എന്നെ ദൈവത്തോട് അടുക്കുവാൻ ഹി ഓപ്പൺ ആൻ ആക്സസ് ടു ഹെവൻ എനിക്ക് വേണ്ടി തുറന്നതാണ് ആ ദൈവസ്നേഹത്തിന്റെ ഉയരം. और परमेश्वर का प्रेम का ऊंचाई यह है कि जब मेरे ऊपर बादल के वो पाप जो है घेरे हुए थे, परमेश्वर ने अपने प्रेम को प्रकट किया और उन बादल को मेरे सिर से हटा दिया, ताकि न्याय और शांति जो है चुंबन करे, ताकि मेरा और परमेश्वर का एक साथ मिलाप होने पाए। ദൈവസ്നേഹത്തിന്റെ ആഴം എന്ന് പറയുമ്പോൾ മീക പ്രവാചകന്റെ പുസ്തകം 7:19 നാം ഇങ്ങനെ വായിക്കുന്നു. और परमेश्वर के प्रेम का गहराई क्या है, उस मीका की किताब उसके 7वां अध्याय उसके 19 भाग में इस प्रकार से बताया गया है। നീ എന്റെ സകല പാപങ്ങളെയും സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടിരിക്കുന്നു. तूने मेरे सारे पापों को समुद्र के गहराई में छोड़ दिया है। എന്റെ പാപങ്ങളെ ഇനി ഓർക്കാതെ വണ്ണം ഞാൻ പാപിയല്ലെന്ന് എന്നെ മുദ്രകുത്തി നീതിമാനാക്കിയിട്ട് സകല പാപങ്ങളുടെയും ബഹുത്വത്തെയും ആർക്കും മുങ്ങിയെടുക്കുവാൻ കഴിയാതെ ഇന്നലകളെ മറച്ചതാ ദൈവസ്നേഹത്തിന്റെ ആഴം. तूने मेरे पापों को इतने गहराई में डाल दिया है ताकि कोई भी उस पे पानी में जाप कर उसको ढूंढ कर निकाल नहीं सकता है। इतना गहराई में प्रभु ने डाल दिया है। यह है परमेश्वर के प्यार का गहराई। ദൈവവചനത്തിന്റെ ഭാഷയിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, और परमेश्वर के वचन के उस भाषा में हम ऐसे बोल सकते हैं, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ച് അവിടുത്തെ മക്കളാക്കി മാറ്റി. और हम जो पाप में मरे हुए थे, अधर्म में गिरे हुए थे, परमेश्वर ने हमें फिर से जिलाया ताकि हम उसके संतान हो जाए। മണ്ണുകൊണ്ട് നിർമ്മിച്ച ആദമിനെ മകനെ എന്ന് വിളിച്ചതുപോലെ പാപത്തിന്റെ ഗന്ധം ചേറ്റിൽ കിടന്ന എന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് എന്റെ മകനെ മകളെ എന്ന് വിളിച്ചത് ആ ദൈവസ്നേഹത്തിന്റെ ആഴം. और परमेश्वर के प्रेम की गहराई क्या है, हम जो मिट्टी से बने हुए आदम था उसको परमेश्वर ने अपना संतान होके बुलाया। हम जो पाप में गिरे हुए लोग थे, हमें परमेश्वर ने अपना लिया है, अपना बेटा बेटी बनाया है। यह है परमेश्वर का प्रेम का गहराई। ഈ ദൈവസ്നേഹത്തിന്റെ ആഴവും വീളവും നീതി നാം അറിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഈ ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു മടിയുമില്ല. നാം ദൈവത്തിന്റെ സ്നേഹത്തിൽ വളരുകയാണ്, അവന്റെ കൂട്ടായ്മയിൽ നടക്കുകയാണ്. और जब हम इस प्रभु के प्रेम को समझ पाते हैं, प्रभु के प्रेम की ऊंचाई, लंबाई, चौड़ाई, गहराई को जानते हैं, तब दूसरों को बोलने के लिए हमारे अंदर कोई हिचकिचाहट नहीं होगी। हम प्रभु के प्रेम में और भी जड़ पकड़ते हैं। നാം അങ്ങനെ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടക്കുന്നതിന്റെ ഒന്നാം ഭാഗം നാം ഇപ്പോൾ ചിന്തിച്ചു, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വേരൂന്നുക. और हमने यीशु मसीह में जड़ पकड़ने का या यीशु मसीह के संगति में आगे बढ़ने का पहला भाग जड़ पकड़ना जरूरी है। അടുത്ത ചില കാര്യങ്ങൾ വേഗം പറഞ്ഞ് അവസാനിക്കാം. और दूसरे कुछ बातों को मैं बताकर समाप्त करना चाहूंगा। നാം ക്രിസ്തുവിൽ we need to build up. അടുത്തത് മുകളിലേക്കുള്ള വളർച്ചയാണ്. ഇതുവരെ നാം വേരായിരുന്നു, ഇനിയും വളരേണ്ടത് മുകളിലേക്കാണ്, ആത്മീക വർധന പ്രാപിക്കുക. पहली बात हमने भी मनन किया कि जड़ पकड़ना है यीशु मसीह में। दूसरी बात यह है कि हमें आगे की ओर बढ़ना है। ഇത് നാം പുറമെ ആൾക്കാർ നമ്മളെ ഇവിടാണ് നമ്മളെ കാണുന്നത്. और यहाँ पर लोग हमें देखते हैं। ക്രിസ്തുവിന്റെ കൂട്ടായ്മ നടക്കുമ്പോൾ നാം ക്രിസ്തുവിനെ പോലെ ആയി നടക്കണം. और जब यीशु मसीह के साथ में संगति करते हैं, यीशु के समान होना है। നാം ഈ ലോകത്തിൽ വസിക്കുന്നുവെങ്കിലും നാം ഈ ലോകക്കാരല്ല എന്ന തിരിച്ചറിവോടെ നടക്കണം. और जब हम इस संसार में रहते हैं, हमारे अंदर इस बात का बोध होना है कि हम संसार के नहीं हैं। നാം എല്ലാവരും പറയുന്നത് പറയുവാൻ, എല്ലാവരും പോകുന്നിടത്ത് പോകുവാൻ, എല്ലാവരും കഴിക്കുന്നതും കുടിക്കുന്നതും ചെയ്യുവാൻ നമുക്ക് അനുവാദമില്ല. നാം വ്യത്യസ്തരാണ്, നാം വേർപെട്ടവരാണ്.
और संसार के लोग जैसे खाते पीते हैं, जैसे बोलते हैं, जैसे सोचते हैं, जैसे करते हैं, वैसे करने की अनुमति मुझे और आपको नहीं है, क्योंकि हमें अलग किया गया, हम प्रभु के लोग हैं। നാം ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണെന്നും ലോകത്തിന്റെ വെളിച്ചമാണെന്നും ഉപ്പാണെന്നും ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുക്കണം. हम जीवित परमेश्वर के स्तोत्रम। लोग हैं, हमें संसार इस जगत के ज्योति है, धरा के नमक है, ये अपने जीवन के दौरान हमें लोगों के सामने प्रकट करना है। അതിന് നമ്മെ സഹായിക്കുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവാം കാര്യസ്ഥനെ നമ്മോട് കൂടെ വസിക്കുവാൻ തന്നിട്ടുണ്ട്. और हमें सहायता करने के लिए, शक्ति देने के लिए प्रभु ने हमें उस पवित्र आत्मा को दिया है, जो निरंतर एक सहायक है हमारे लिए। പരിശുദ്ധാത്മാവും ദൈവമാണ് ദൈനംദിനം നമ്മെ ക്രിസ്തുവിൽ വളരുവാൻ സഹായിക്കുന്നത്. और पवित्र आत्मा और परमेश्वर जो है हमें सहायता करते हैं ताकि हम यीशु मसीह में बढ़ोतरी को पाए। അതിനകത്ത് രണ്ട് വശങ്ങളുണ്ട്, സ്പിരിറ്റ് ഫിൽഡ് ലൈഫ് ആൻഡ് സ്പിരിറ്റ് കൺട്രോൾ ലൈഫ്. ആത്മനിറവും ആത്മനിയന്ത്രണവും. उसमें दो बात है, आत्मा से भरे हुए लोग और आत्मा के नियंत्रण में चलने वाले लोग। പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചിരിക്കുന്നതിന്റെ മുഖ്യ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, और पवित्र आत्मा को आपने पाया है, इसका सबसे बड़ा सबूत क्या है? പെന്തിക്കോസ്റ്റലുകാർ ചാടിക്കേറി പറയും, അന്യഭാഷ പറയണം, കൈയടിക്കണം, പാട്ടുപാടണം, പ്രസംഗിക്കണം, പ്രവചിക്കണം, സ്തോത്രം ചെയ്യണം, എക്സൈറ്റഡ് ആൻഡ് എൻകറേജിങ്. വലിയ കാര്യമാണ്. ഐ അഗ്രി വിത്ത് ദാറ്റ്. ഒരു കുഴപ്പമില്ല. अब पेंतिकुस्त के लोग इस प्रकार से कहेंगे कि हमें अन्य भाषा बोलना है, ताली बजाना है, जोर जोर से शोर करना है, ये सारी बातें वचन में लिखी गई है, मैं भी इसको मानता हूं। എന്നാൽ നാം മറന്നു പോകുന്നതിന് ഒരു മറുവശമുണ്ട്. परंतु हम जिस बात को भूल जाते हैं उसका एक दूसरा भाग भी है। ആത്മാവിൽ നിറഞ്ഞവൻ ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്നവനും കൂടെ ആയിരിക്കണം. आत्मा में भरे हुए लोग आत्मा के नियंत्रण में चलने वाले होना है। യോഹന്നാൻ 14-16 അധ്യായങ്ങളിലാണ് പരിശുദ്ധാത്മാവിന്റെ വരവിനെ കുറിച്ച് വാഗ്ദത്തമായി യേശു കൊടുക്കുന്നത്. और यूहन्ना के सुसमाचार 14 अध्याय 16 अध्याय में यीशु मसीह के वायदा पवित्र आत्मा के विषय में जो भी है लिखा गया है। ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നത്? मैं आपको ये पवित्र आत्मा क्यों दे रहा हूं? യോഹന്നാൻ 16:8 और यूहन्ना 16 अध्याय उसका 8वें आयत में लिखी गई है। ആത്മാവെന്ന കാര്യസ്ഥൻ വരുമ്പോഴോ അവൻ 3 കാര്യം നിങ്ങൾക്ക് ബോധ്യം വരുത്തും. और वहां पे लिखा गया है कि आत्मा जो सहायक है, जब वो आपके पास पे आएगा, वो आपको 3 बातों का बोध दिलाएगा। ഒന്ന് പാപത്തെ കുറിച്ച്, രണ്ട് നീതിയെ കുറിച്ച്, 3 ന്യായവിധിയെ കുറിച്ച് ബോധ്യം വരുത്തും. वो पहली बात पाप के विषय में, धार्मिकता के विषय में और न्याय के विषय में आपको बोध देगा। പരിശുദ്ധാത്മാവ് നിറവിൽ ജീവിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ് പാപബോധം, നീതിബോധം, ന്യായവിധി ബോധം. और पवित्र आत्मा से भरे हुए हैं, पवित्र आत्मा के नियंत्रण में है, ये कैसे पता करेंगे? जब आपके अंदर पाप का बोध है, धार्मिकता का बोध है और न्याय के विषय में आपके अंदर बोध है। എന്താണ് തെറ്റ്? എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് ബോധ്യം വരുത്തുന്നത് ആത്മനിറവുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. जब कोई काम करते हैं और वो गलत है, इस बात का आपके अंदर कैसे आपको पता होता है? जब पवित्र आत्मा के नियंत्रण में आप हैं। എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഓടിച്ചെന്ന് ബൈബിൾ റെഫർ ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. और जब कुछ बोलते हैं, हमें तुरंत जाकर हम बाइबल को निकाल कर पढ़ नहीं पाएंगे। കൺകോർഡൻസ് ബൈബിൾ എടുത്ത്, ബൈബിൾ ഡിക്ഷണറി എടുത്തിട്ട് we cannot search every single words and vocabularies what I should speak to others. നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. कंकॉर्डेंस को निकालकर, डिक्शनरी को निकालकर हमें किसको क्या बोलना है, क्या जवाब में देना है, हम हमेशा ये काम नहीं कर पाएंगे। എന്നാൽ അകത്ത് ആത്മസാന്നിധ്യം നിറവുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറയണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ആദരത്തിൽ തരും. परंतु आपके अंदर अगर परमेश्वर का आत्मा का नियंत्रण है, तो आपको क्या बोलना है, आपके मुंह से क्या बोलना है, ये आत्मा आपको अगुवाई करेगी। രണ്ട്, നീതിബോധം, ശരി ഏതാ തെറ്റേതാണെന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം ദൈവം തരും. और दूसरी बात, परमेश्वर हमको ये विवेक देगा कि आपको इस बात का पता हो कि धार्मिकता के विषय में सही क्या है, गलत क्या है। ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള ഉൾബോധം പരിശുദ്ധാത്മാവാണ് നമുക്ക് തരുന്നത്. और परमेश्वर की इच्छा क्या है, इसको समझने का विवेक जो है पवित्र आत्मा आपको अंदर ही अंदर देता है। 3, നാം ചെയ്യുന്ന തെറ്റുകൾക്ക്, ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾക്ക്, പ്രവർത്തനങ്ങൾക്ക് ഈ മണ്ണിലും വരുവാനുള്ള ലോകത്തിലും ശിക്ഷകളുണ്ട് എന്ന ന്യായവിധി ബോധ്യം തരുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. परमेश्वर की आत्मा तीसरी बात क्या करती है? वो हमें इस संसार में जो भी हम गलत काम करते हैं और आने वाले युग में भी जो हमें न्याय होना है,
इसके विषय में हमें विवेक को दिलाती है। ഈ മൂന്ന് ബോധ്യം കൂടെ ചേരുന്നത് ആ ദൈവ ഭയം എന്ന് പറയുന്നത്. और ये जब तीन विवेक एक साथ मिलती है तब इसको बोलते हैं परमेश्वर का भय। പാപം ചെയ്യാതെ ജീവിക്കത്തക്കവണ്ണം നമ്മെ ഒരുക്കുന്നതും ദൈവിക നീതി പ്രവർത്തിപ്പാൻ നമ്മെ ശക്തമാക്കുന്ന ദൈവിക ന്യായവിധിയുടെ ദിവസമുണ്ടെന്ന ഉൾബോധത്തോടെ ജീവിക്കുന്നതും കൂടെ ചേർത്ത് പറയുന്നതാണ് ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയം. और परमेश्वर का भय रखने का परिभाषा क्या है? पाप के विषय में बोध होना कि पाप मुझे नहीं करना है। दूसरी बात, परमेश्वर की धार्मिकता क्या है, उसके लिए मैं कार्य को करूं। और तीसरी बात, परमेश्वर का न्याय होगा, परमेश्वर मेरे सारे कामों का न्याय करेगा, इस बात का बोध होना है परमेश्वर का भय का परिभाषा। ആത്മനിറവിൽ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ഈ ഭൂമിയിൽ നടക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. यीशु मसीह के साथ में चलने का मतलब यह क्या है हालेलुया। कि आत्मा से भरकर आत्मा के नियंत्रण में चलते हैं। यही है यीशु मसीह के साथ चलने का, यीशु मसीह में जड़ पकड़ने का मतलब। ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും അന്യോന്യം സംസാരിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും എല്ലാം ആത്മനിയന്ത്രണത്തിലാകുമ്പോഴാണ് ക്രിസ്തുവിന്റെ കൂട്ടായ്മയ്ക്ക് പച്ചപ്പും തഴപ്പും ഫലങ്ങളും ഉണ്ടാകുന്നത്. और जब हम आत्मा में भरकर संगति करते हैं, गीत गाते हैं, एक दूसरों की सहायता करते हैं, तब सचमुच हम आत्मिक रीति से यीशु मसीह में बढ़ रहे हैं, हम फलवंत हो जाते हैं। ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടക്കുന്നതിന്റെ മൂന്നാമത്തെ തത്വം എന്ന് പറയുന്നത് यीशु मसीह के संगति में चलने का तीसरा सिद्धांत क्या है? we need to be established in our faith. വിശ്വാസത്തിൽ ഉറയ്ക്കണം. हमें हमारे विश्वास में दृढ़ होना जरूरी है। ഇന്ന് ഈ കോവിഡ് ടെസ്റ്റിന്റെ കാലഘട്ടമാണ്. എല്ലാവരും അലലിയ ടെസ്റ്റുകൾ ചെയ്യുകയാണ്. എല്ലാവരുടെയും ഭയം പോസിറ്റീവ് ആകുമോ എന്ന ഭയമാണ്. और आज अभी ये समय जो है कोविड का समय है, सभी लोग टेस्ट करते हैं कि क्या वो पॉजिटिव है या नेगेटिव है, ऐसा एक भय छाई गई है। പണ്ട് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പദങ്ങളായിരുന്നു RT-PCR അല്ലെങ്കിൽ ക്വാറന്റൈൻ. ഇന്ന് എല്ലാവർക്കും ഈ പദങ്ങളൊക്കെ സുപരിചിതമാണ്. और पहले के जमाने में हमने कभी सुना भी नहीं था कि RT-PCR क्या है, क्वारंटाइन क्या है, कभी हमने सुना ही नहीं था। अब सब लोग जानते हैं। പണ്ട് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമായിരുന്നു ബി പോസിറ്റീവ്. और पहले जो है प्रचारक लोग जो हमेशा लोगों को उत्साहित करते थे इस बात को बोलकर कि हमेशा सकारात्मक रहो, पॉजिटिव रहो। ബി പോസിറ്റീവ്. എന്നാൽ ഇപ്പോൾ പോസിറ്റീവ് എന്ന് കേട്ടാൽ ആൾക്കാർക്ക് പേടിയാണ്, വീടിനകത്ത് ക്വാറന്റൈൻ ഇരിക്കണമല്ലോ എന്ന്. और अभी जो है, पहले हम हमेशा जैसे सुनते थे सकारात्मक रहना है, पॉजिटिव रहना है। आज जब हम सुनते हैं कि कोई पॉजिटिव है तो हम डर जाते हैं, अपने घर में हम छिप जाते हैं। എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഒരു ടെസ്റ്റ് ഇന്ന് രാവിലെ ചെയ്യണം, ഇന്ന് രാത്രി ചെയ്യണം. परंतु हमारे मसीह जीवन में एक परीक्षा या हमारी एक मूल्यांकन करना जरूरी है। നാം ക്രിസ്തീയ ജീവിതത്തിന്റെ വിശ്വാസം, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയണം. हमारा यीशु मसीह में जो बुनियाद है, हमारा विश्वास कितना दृढ़ है, कितना पॉजिटिव है या नेगेटिव है, इसको जांचना जरूरी है। 2 कोरिन्ത്യർ 13:5 പൗലോസ് ഇങ്ങനെ പറഞ്ഞു. और दूसरा कुरिन्थियों उसका 5वां अध्याय 13वां अध्याय 5वें आयत में लिखा गया है, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കണം. आप लोग विश्वास में दृढ़ हो या नहीं, अपने आप को जांचना है। വാത്സല്യ ദൈവമക്കളെ, അന്ത്യകാലത്തിന്റെ ലക്ഷണം അല്ലെങ്കിൽ ഇസ്രയേലിന്റെ യുദ്ധങ്ങളും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ കോലാഹലങ്ങളും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ നാം അവഗണിക്കുന്ന ലക്ഷണത്തിൽ ഒന്നാണ് അനേകരുടെ വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. और जैसे बहुत सारे युद्धों की बात हम सुनते हैं, बहुत सारे लड़ाई यहाँ वहां हो रही है, हमें एक बात को जांचना है, एक बात का मूल्यांकन करना है। अनेक लोगों का जो विश्वास इन दिनों में कम होते जा रहा है। ദൈവമക്കളെ, നാം മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അവഗണിച്ചു പോകുന്നത് വി ആർ മേജറിംഗ് ഓൺ മൈനേഴ്സ് ആൻഡ് വി ആർ മൈനറിംഗ് ഓൺ മേജേഴ്സ്. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വലുതാക്കിയും അവഗണിച്ചു പോയ വലിയ കാര്യങ്ങളുണ്ട്. അതിന്ന് രാത്രി തിരിച്ചറിയണം. हालेलुया। में प्रिय लोगों, आपको इस बात को जानना है, कई बार हम छोटी बातों को ज्यादा बड़ा चढ़ा कर देखते हैं, हम बड़े बड़े बातों को बड़े छोटे नजरों से देखते हैं। हमारे विश्वास को एक बार मूल्यांकन करना है, क्या वो कितना दृढ़ है, प्रभु में मजबूत है या नहीं। ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിൽ, വചനത്തിലുള്ള വിശ്വാസത്തിൽ, ദൈവവചനത്തിൽ, ദൈവത്തിലുള്ള ആടി ഉലയാത്ത വിശ്വാസത്തിലാണോ ഇന്ന് രാത്രി ജീവിച്ചിരിക്കുന്നതെന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം.
हमें अपने आप को जांच कर देखना है कि हमारा विश्वास Hallelujah. कितना गहरा है, कितना मजबूत है। प्रभु में सचमुच हमारा विश्वास मजबूत है या नहीं। 37 വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ ഓട്ടം തീരുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന് അഭിമാനത്തോടെ പറയുവാനുള്ള കാര്യങ്ങളുണ്ട്. और 37 साल के मसीही जीवन के उस सेवकाई को खत्म करने के उस अंत में पौलुस को बड़ी अभिमान के साथ बोलने वाली एक बात है। 2 തിമോത്തിയോസ് 4:7 വാക്യം നമുക്ക് ഇങ്ങനെ വായിക്കാം. दूसरा तीमुथियुस उसके 4 अध्याय 7वें आयत में पौलुस कहता है, എന്റെ മരണം അല്ലെങ്കിൽ ഏത് നിമിഷം സംഭവിക്കാം. मेरा मृत्यु आने वाले कोई भी क्षण में हो सकती है। ഞാൻ സ്ഥാപിച്ച സഭകളുടെ എണ്ണമല്ല എന്റെ അഭിമാനം. मैंने जितने कलीसियाओं को स्थापना किया है, ये मेरे गर्व की बात नहीं है। ഞാൻ 3 മിഷണറി യാത്രകളായി സഞ്ചരിച്ച ഏകദേശം 175ഓളം സ്ഥലങ്ങളല്ല എന്റെ അഭിമാനം. मैंने 3 मिशनरी यात्रा किए हैं, करीब 175 जगहों पर मैंने यात्रा किया है, ये नहीं है मेरे गर्व की बात। എന്റെ ശുശ്രൂഷയിൽ യൂത്തിക്കോസ് എന്ന മരിച്ച യൗവനക്കാരനെ ഉയർപ്പിച്ചതല്ല എന്റെ വലിയ നേട്ടം. मेरे सेवा में मैंने Praise the Lord. नामक एक युवक को मृत्यु से जिलाया, ये मेरे लिए गर्व की बात नहीं है। എന്റെ അല്ലെങ്കിൽ കർച്ചീഫ് വലിച്ചെറിഞ്ഞ് രോഗികൾ സൗഖ്യമായതല്ല എന്റെ ശുശ്രൂഷയുടെ മഹത്വം. मैंने रुमाल को फेंक कर मैंने बीमारों को चंगाई दिया, ये नहीं है मेरे सेवकाई की प्रशंसाजनक बात। മറിച്ച് എന്റെ വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയുന്ന പോരാട്ടങ്ങളെ ഞാൻ പോരാടി ജയിച്ചു. परंतु मेरे विश्वास के जीवन के विरुद्ध में उठने वाली जितने भी अंधकार के ताकतें हैं, उसके ऊपर मैं जयवंत हुआ है, यह मेरी अभिमान की बात है। എന്റെ വിശ്വാസ യാത്ര കാഴ്ചയാൽ അല്ല, ഞാൻ വിശ്വാസത്താൽ ഓടിത്തീർത്തു. और मैंने अपने विश्वास की यात्रा को दृष्टि से नहीं, मैंने अपनी दौड़ को पूरी कर ली है। ഞാൻ എന്റെ വിശ്വാസം കാത്തു. അനേകർ പതറിപ്പോയപ്പോൾ ഐ കെപ്റ്റ് മൈ ഫെയ്ത്ത്, ഞാൻ എന്റെ വിശ്വാസം കാത്തു. ഹല്ലേലൂയ. अनेक लोग अपने विश्वास को त्याग कर पीछे की ओर मुखर कर गए, मैंने अपने विश्वास की रखवाली की है। കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ ഹുമനിയോസും അലക്സാണ്ടറും ഒക്കെ കൂട്ടം വിട്ടുപോയി, ബട്ട് ഐ കെപ്റ്റ് മൈ ഫെയ്ത്ത്. मेरे साथ में खड़े होने वाले सिकंदर हिमनियोस सब कुछ छोड़कर चले गए, परंतु मैंने अपने विश्वास की रखवाली की। 3 നേരം കൃത്യമായി ഭക്ഷണം കഴിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല, അത്രമാത്രം തടവും തല്ലുമുണ്ട്, ബട്ട് ഐ കെപ്റ്റ് മൈ ഫെയ്ത്ത്, ഞാൻ എന്റെ വിശ്വാസം കാത്തു. मैंने 3 समय खाना खाया नहीं, मुझे पता नहीं, परंतु मैंने बंदीगृह के अनुभव में मार खाते वक्त भी मैंने इस बात को हमेशा ठान लिया कि मैं विश्वास की रखवाली करूंगा। ലിസ്രയിൽ വെച്ച് കല്ലേറ് കൊണ്ട് മരിക്കാറായി, എഫെസോസിൽ മൃഗയുദ്ധം ചെയ്തു, എന്നാലും ഞാൻ തളർന്നില്ല, ഞാൻ എന്റെ വിശ്വാസം കാത്തു. हालेलुया। मुझे मृत्यु का अनुभव भी हुआ एफेसुस में, जैसे जैसे जंगली जानवरों के साथ एक हमला हुआ, उसी अनुभव में भी मैंने अपने विश्वास की रखवाली की है। രോഗശാന്തി വരപ്രാപ്തനായ എന്റെ ശരീരത്തിലും വിട്ടുമാറാത്ത രോഗമുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ടും എഫ്രാത്തോസിന്റെ രോഗം മാറിയിട്ടില്ല, പക്ഷേ ഞാൻ എന്റെ വിശ്വാസം കാത്തു. और मेरे जिनमें ऐसी बीमारी आई थी, जब मैं मरने के कगार पर पहुंचा, मैंने एफ्रादोसिस के लिए प्रार्थना किया, उसकी बीमारी से चंगाई नहीं मिला, फिर भी मैंने अपने विश्वास की रखवाली की है। കാരണം എന്റെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ച ഈ മണ്ണിലെ സൗഖ്യങ്ങളും സുഖങ്ങളും അടിസ്ഥാനമാക്കിയല്ല, എനിക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യയുടെ തുറമുഖത്തെ നിത്യ തേജസ്സിന്റെ ഖനമോർക്കുമ്പോൾ ഞാൻ എന്റെ വിശ്വാസത്തിൽ ഉറക്കുകയാണ്. क्योंकि मेरे लिए मेरी Praise the Lord, praise the Lord. संसार की कुछ मान सम्मान, संसार की संपत्ति नहीं है, परमेश्वर ने मेरे लिए जो तैयार किया है, उसके बारे में जब मैं सोचता हूँ, मेरे अविश्वास को मैं मजबूत करता हूँ। അതെ, ഇന്ന് രാത്രികാലം ക്രിസ്തുവിൽ വളരുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം നാൾക്ക് നാൾ, ഡേ ബൈ ഡേ we need to be established and growing up in faith, വിശ്വാസത്തിൽ വളരുക എന്നുള്ളതാണ്. यीशु मसीह के साथ संगति करने का मतलब यही है कि यीशु मसीह में आपको दृढ़ता पाना है, आपको विश्वास में बढ़ते रहना है। ഈ വളർച്ചയെ നാം അല്ലെങ്കിൽ അനുഭവമാക്കി കൊണ്ടു നടക്കുന്നതാണ് അതിന്റെ അടുത്ത സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. We need to day by day abound in thanksgiving, സ്തോത്രത്തിൽ കവിഞ്ഞു ഇരിക്കണം. और इस अनुभव में चलने वाले उनके लिए जो है अगला जो पद है वो यह है कि उनको अत्यंत धन्यवाद देते रहना है। ദൈവമക്കളെ, പിറുപിറുപ്പില്ലാത്ത, പരാതിയില്ലാത്ത, പരിഭവമില്ലാത്ത ഒരു ആത്മീയ ജീവിതമാണ് വളർച്ചയുള്ള ക്രിസ്തുവിനോട് കൂടെ നടക്കുന്ന ജീവിതം. और यीशु मसीह के साथ चलने वाला परिपक्व जीवन क्या है? जिनके अंदर कोई शिकायत नहीं है, ना वो बुड़बुड़ाते हैं, ना वो किसी बात को लेकर कुड़कुड़ाते हैं।
ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് സ്തോത്രം പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ സ്തോത്രം പറയുന്നത്? और जब मैं आज कहूंगा आपको कि आपको धन्यवाद देना है, आप किस बात के लिए धन्यवाद देना चाहते हैं? കഴിഞ്ഞ വർഷക്കാലം ദൈവം ആരോഗ്യത്തോടെ നടത്തി നല്ലൊരു വീട് വെച്ചു. താങ്ക്സ് ഗിവിംഗ്, ദൈവത്തിന് സ്തോത്രം. पिछले साल प्रभु ने चलाया, अच्छा घर बनाने के लिए सहायता किया, प्रभु तुझे धन्यवाद देता हूँ. ശുശ്രൂഷയിൽ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ വളർച്ചയുണ്ടായി. താങ്ക് യു ജീസസ്, നന്ദി കർത്താവേ. प्रभु मेरी सेवा में प्रभु तूने बढ़ोतरी दिया, आशीषों को दिया, धन्यवाद यीशु. എനിക്ക് നല്ല പ്രൊമോഷൻ കിട്ടി, ശമ്പളം കൂട്ടി കിട്ടി. സോ വി ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു കൗണ്ട് ഫ്രം വാട്ട് വി അക്യുമുലേറ്റഡ് ഫ്രം ദിസ് വേൾഡ്. ഇവിടുന്ന് കിട്ടിയതിനെ കുറിച്ച് സ്തോത്രം പറയും. और संसार में हमने जो कुछ यहाँ पर प्रगति पाया है, प्रमोशंस पाया है, इसलिए प्रभु यहाँ की सारी आशीषों के लिए धन्यवाद. ഒരു കുഴപ്പമില്ല, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ എന്ന 1 തെസ്സലോനിക്കർ 5:16 പറയുന്ന ഒരു കുഴപ്പമില്ല. കീപ് ഓൺ താങ്ക് ലോർഡ് ഫോർ ദാറ്റ്. और पहले തെസ്സലോനിക്കർ 5:16 में लिखा गया है कि सारी बातों में आप प्रभु को धन्यवाद दो, इसमें कोई भी शिकायत वाली बात नहीं है. എന്നാൽ ഒരു ദൈവ പൈതൽ ഏറ്റവും കൂടുതൽ സ്തോത്രം പറയേണ്ടത് എന്തിനാണ്? परंतु एक परमेश्वर का जन सबसे अधिक किस बात के लिए धन्यवाद देना है? 1 कोरिന്ത്യർ 15:57 വാക്യം. और पहला कुरिन्थियों उसका 15वां अध्याय उसका നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളും തീരുമ്പോൾ നമ്മൾ ഇതാ പറയുന്നത്. और हमारे सारे मीटिंग के अंत में हम इस बात को हमेशा कहते हैं, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. पहला कुरिन्थियों 15:57, परंतु परमेश्वर का धन्यवाद हो जो हमारे प्रभु यीशु मसीह के द्वारा हमें जयवंत करता है. ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം സഭായോഗം തീർന്ന് 3 ഹല്ലേലൂയ പറഞ്ഞ് വീട്ടിൽ പോകാം. और हम इस बात को जब सुनते हैं हमें पता चलता है कि यहाँ का संगति खत्म हो चुका है, अब हम घर जा सकते हैं. എന്നാൽ പൗലോസ് ഇവിടെ എന്തിനാണ് ഈ സ്തോത്രം പറഞ്ഞത്? परंतु पौलुस ने यहाँ पर ये धन्यवाद को क्यों कहा है? എനിക്ക് കിട്ടിയ ജയം എന്ന് പറയുന്നത് ഈ മണ്ണിനപ്പുറത്തൊരു ജീവിതം എനിക്ക് കിട്ടി, അതിന് ഞാൻ സ്തോത്രം പറയുകയാണ്. पौलुस इस बात के लिए धन्यवाद करता है या जयवंत है क्योंकि इस मिट्टी को, इस जमीन को छोड़कर इसके परे मुझे एक युग में प्रभु ने मुझे नागरिकता दिया है, इसलिए धन्यवाद प्रभु. അതാ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്ന വളർച്ചയുടെ ലക്ഷണം ഈ മണ്ണ് വിട്ട് കല്ലറയ്ക്കപ്പുറത്തൊരു ജീവിതം എനിക്കുണ്ട് എന്ന തിരിച്ചറിവ്. और यही है यीशु मसीह के साथ चलने का हालेलुया. मतलब, या यहाँ पर इस संसार की बातों को छोड़कर इसके परे उस स्वर्ग देश में प्रभु ने मेरे लिए स्थान को तैयार किया है, इस बात का बोध होना है. മരണത്തിനും പാപത്തിനും തോൽപ്പിക്കുവാൻ കഴിയാതെ എന്റെ ആത്മാവും എന്റെ ദേഹിയും നക്ഷത്രഗോളങ്ങൾക്കപ്പുറത്തേക്ക് ഈ മണ്ണ് വിട്ട് ഒരു നാൾ പോകുമെന്നുള്ള തിരിച്ചറിവാണ് ക്രിസ്തുവിനെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കരുത്ത് തരുന്നത്. और पाप और मृत्यु को हालेलुया, हालेलुया. इस आकाश के मंडल के परे स्वर्गीय देश में मैं प्रभु के साथ रहूंगा, इस बात को जब सोचते हैं आपके अंदर के अंदर आप अत्यंत धन्यवाद देना है. ഈ ദ്രവത്വമുള്ള ശരീരം, ഈ മർത്യമായ ശരീരം, ക്ഷീണമുള്ള ബലഹീനമായ ശരീരം മണ്ണിലേക്ക് എടുക്കപ്പെട്ടാലും കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വരവിങ്കൽ ഈ മണ്ണ് വിട്ട് രൂപാന്തരപ്പെട്ട ശരീരത്തോടെ ഞാൻ ഇവിടുന്ന് പറന്നു പോകുമെന്ന തിരിച്ചറിവ് ക്രിസ്തുവിനെ ആരാധിപ്പാൻ എന്നെ കൂടുതൽ ഉത്സാഹമുള്ളവനാക്കി മാറ്റുന്നു. ये नाशवान शरीर और ये मरणहार शरीर को अगर यहाँ पर हम त्याग दे, हालेलुया. यीशु मसीह की तुरही की आवाज होगी, जब ये फिर से महिमामय होकर प्रभु यीशु के उपस्थिति में रहेगा, इस बात को जब सोचते हैं हमारे अंदर से अधिक धन्यवाद उत्पन्न होना है. പ്രിയ വാത്സല്യ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവ് നടക്കും, അല്ലെങ്കിൽ നമ്മുടെ മരണം നടക്കും. രണ്ടായാലും നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ നിമിത്തം നാം ക്രിസ്തുവിനെ ആരാധിച്ചു മുന്നേറുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പാൻ, വളരുവാൻ, ആത്മീയത്തിൽ ഉയരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവസരമൊരുക്കിയ ദൈവദാസിന്, സഭയ്ക്ക്, ശുശ്രൂഷകൾക്ക് വന്ദനം പറയുന്നു. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. इन दिनों में हमारी मृत्यु हो सकती है या यीशु मसीह का आगमन हो सकता है, परंतु जब तक हम जीवित हैं, परमेश्वर यीशु मसीह में संगति रखते हुए, उसमें जड़ पकड़ते हुए, उसमें बढ़ते हुए और प्रभु में अत्यंत धन्यवाद देते हुए हम आगे बढ़ेंगे. प्रभु हमें आगे की ओर सहायता करने पाए, आप लोगों के सारी सेवाओं को प्रभु आगे भी आशीषित करने पाए. इतना समय देने के लिए धन्यवाद. प्रभु आप लोग सभी को आशीष दे. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ പാസ്റ്റർ റെനി തോമസ്